ഇന്ന് രാത്രി നമുക്കറിയാം സമയബന്ധിതമായ ഒരു മീറ്റിംഗാണ്. നമുക്ക് സമയത്തിന് പോകേണ്ടതുണ്ട്. ഒത്തിരി അത്തരത്തിൽ കാര്യങ്ങൾ ആമുഖം പറഞ്ഞു പോകാൻ താല്പര്യപ്പെടുന്നില്ല. സ്തോത്രം. ഇന്ന് രാത്രി രാവിലത്തെ നിന്ന് വ്യത്യസ്തമായി എനിക്ക് എൻ്റെ നിയോഗത്തിൽ ഞാൻ രാവിലെ പ്രസംഗിച്ച് നിർത്തുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന ചില പദപ്രയോഗങ്ങൾ ഞാൻ പറയുകയുണ്ടായി. അത് ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ യാത്രയിലും എൻ്റെ വിശ്രമത്തിലൊക്കെ ആ പദം എൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ആ പദത്തിൽ ആ ഭാഗത്ത് നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് പറയാം എന്ന് ആഗ്രഹിക്കുന്നു. അതിനായി പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. കൊലോസ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 19. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം. പുസ്തകം എല്ലാവരും തുറന്ന ആ ഭാഗം നമ്മളൊന്ന് ചേർന്ന് വായിക്കുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം നാം ഒന്നിച്ച് ചേർന്ന് വായിക്കാം. സംസാര ഭാഷയിൽ ലളിതമായി നമുക്ക് വായിക്കാൻ പറ്റുന്നൊരു ഭാഗമാണ്. വായിച്ച് തുടങ്ങുന്നു. തലയായവൻ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. ഒന്നും കൂടെ ചേർന്ന് വായിച്ചേ. തലയായവൻ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും. വളർച്ച എന്ന പദം ഇന്ന് രാവിലെ സന്ദേശത്തിനിടയ്ക്ക് കയറി വരാൻ പറ്റി. അപ്പോൾ ആ ചിന്തകളിലേക്ക് വൈകുന്നേരം എൻ്റെ ഹൃദയം പോയി. അപ്പോൾ ഒടുവിലത്തെ പദത്തിൽ നിന്നാണ് നമ്മൾ ഒന്നിച്ച് ഇന്ന് രാത്രി ചിന്തിക്കാൻ നിയോഗം. ദൈവികമായ വളർച്ച. സ്തോത്രം. ആ ഭാഗത്തുനിന്ന് ദൈവാത്മാവ് നിയോഗിക്കുന്ന പോലെ ചില കാര്യങ്ങളൊന്ന് ചിന്തിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കൊലോസ്യ ലേഖനം വളരെ ആഴവും പരപ്പുമുള്ളൊരു പുസ്തകമാണ്. നമ്മൾ കുറച്ചു നേരം ഈ വചനത്തിന് ചുറ്റാകെ ഒന്നിരിക്കുകയാണ്. വളരെ ശാന്തമായി ഈ വചനത്തിൻ്റെ ചിന്തകളിലേക്ക് നമുക്കൊന്ന് പോകാനായിട്ട് ഇടയാകട്ടെ. കുറച്ച് സമയങ്ങൾ ശാന്തമായി നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് പോകാം. കൊലോസ്യ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയാണ്. കൊലോസ്യ ലേഖനം അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകമാണ്. ക്രിസ്തുശാസ്ത്രപരമായി പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിലൊന്നാണ് കൊലോസ്യ ലേഖനം. എടുത്ത് ഞാൻ എൻ്റെ പഠനത്തിലും എൻ്റെ പരന്ന വായനയിലും എൻ്റെ യാത്രയിലും എൻ്റെ പഠിപ്പിക്കലിലും ഞാൻ മനസ്സിലാക്കിയ ക്രിസ്തുശാസ്ത്രപരമായ പുതിയ നിയമത്തിലെ ഏറ്റവും നല്ല അതുല്യമായ 2 ഗ്രന്ഥമാണ്. 1 എബ്രായ ലേഖനവും 2 കൊലോസ്യ ലേഖനവും. കാരണം യേശുക്രിസ്തുവിനെ വാനോളം ഉയർത്തി യേശുക്രിസ്തുവിന് തുല്യം മറ്റൊന്നുമില്ല എന്ന് സമർത്ഥിക്കുന്ന 2 പുസ്തകങ്ങളാണ്. ഇന്ന് രാത്രി ഈ 1-ാമത്തെ രാത്രി മുതൽ നാം നമ്മുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെ നമുക്കുണ്ടെങ്കിലും ഒരു ദൈവപൈതൻ്റെ വായിൽ നിന്ന് എപ്പോഴും വരാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പദമാണ് നമ്മുടെ കർത്താവിന് തുല്യം മറ്റൊന്നും ഇല്ല. ആമേൻ. നമ്മുടെ ദൈവം ശ്രേഷ്ഠനായ ദൈവമാണ്. നമ്മുടെ ദൈവം അത്യുന്നതനായ ദൈവമാണ്. നമ്മുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവവും ഇല്ലവേ ഇല്ല. എപ്പഫ്രാസ് എന്ന് പറയുന്നൊരു ഉപദേശി ഫിലോമോൻ എന്ന് പറയുന്ന സമ്പന്നനായ ബഹുസമ്പന്നനായ ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ആരംഭിച്ച സഭയാണ് കൊലോസ്യ സഭ. കൊലോസ്യ സഭയോടൊപ്പം തന്നെ എപ്പഫ്രാസ് 2 സഭകൾ കൂടി, ലവോദിക്കിയ തുടങ്ങിയുള്ള സഭകൾ നമ്മൾ 4:12 വരുമ്പോൾ നമ്മളത് കാണുന്നുണ്ട്. സ്തോത്രം. അല്ലിയ 4:12-13 വാക്യത്തിലേക്ക് വരുമ്പോൾ ലവോദിക്കിയ സഭ കൂടാതെ ഹിയറാപോലിസ് സഭയും. സ്തോത്രം. അങ്ങനെ 3 സഭകൾ സ്ഥാപിച്ചൊരു ദൈവദാസനാണ് എപ്പഫ്രാസ് എന്ന് പറയുന്നത്. അനുഗ്രഹീതനായ ഒരു കർത്തദാസൻ. അദ്ദേഹത്താൽ സ്ഥാപിതമായ സഭയാണ് കൊലോസ്യ സഭ. ഫിലോമോൻ എന്ന് പറയുന്ന ബഹുസമ്പന്നനായ മനുഷ്യൻ്റെ വീട്ടിൽ ആരംഭിച്ച സഭ. അക്കാലത്ത് അടിമത്തമുള്ളൊരു കാലഘട്ടത്തിൽ അടിമകളുടെ എണ്ണം എത്രയുണ്ടോ അതനുസരിച്ചാണ് ആ സമ്പന്നൻ എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ ബാല്യകാലത്ത് വീടുകളിൽ എത്ര ആടുമാടുകളുണ്ടോ അതനുസരിച്ചാണ് സമ്പന്നൻ എന്ന് പറയുന്നത്. എന്നാൽ ഈ ലേഖനം എഴുതിയ കാലഘട്ടത്തിൽ, അടിമത്തമുള്ള കാലഘട്ടത്തിൽ ഏകദേശം 1000-ലധികം അടിമകൾ ഉണ്ടായിരുന്ന പറയുന്നത് ഫിലോമോൻ്റെ വീട്ടിൽ. ആ വീട്ടിൽ തൻ്റെ വീട് കർത്താവിനായി തുറന്നു കൊടുത്തു. അതാണ് എപ്പഫ്രാസ് അവിടെ സഭ സ്ഥാപിക്കുന്നത്. നമ്മുടെ വീടുകൾ ദൈവത്തിനായി തുറക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. ഓർക്കുന്ന സ്തോത്രം ചെയ്യാമോ? ആമേൻ. ആ സഭ അവിടെ ആരംഭിക്കുന്നു, വളരെ വേഗം വളരുന്നു. ഈ ലേഖനം എഴുതുമ്പോൾ എൻ്റെ പഠനത്തിൽ മനസ്സിലാക്കിയ തീത്തോസ് ആയിരുന്നു അവിടുത്തെ പാസ്റ്റർ എന്നാണ്. ഈ സഭ വളരെ വേഗം വളരുകയാണ്. വളരെ വേഗം വളരുന്ന ഈ സഭയിൽ ആരാധനകളും പാട്ടുകളും ദൈവ സാന്നിധ്യമൊക്കെ ഉമ്രാൻ മതത്തിൽ നിന്ന്, ജ്ഞാനമതത്തിൽ നിന്ന്, സ്വതന്ത്രവാദികളിൽ നിന്നൊക്കെ അനേകം രക്ഷിക്കപ്പെട്ടു വരികയാണ്. സഭ വളരുമ്പോൾ നമ്മൾ ഈ ലേഖനത്തിൻ്റെ കോണ്ടസ്റ്റിൽ മനസ്സിലാക്കുന്നത് കർത്താവിൽ നിന്ന് ജനം കുറെ അകന്നു പോകുകയാണ്. യേശുക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നൊരു കൂട്ടം ജനം.
അപ്പോൾ കർത്താവിൽ നകന്നു പോകുന്നു എന്ന് കണ്ടപ്പോൾ ഫൗണ്ടർ ആൻഡ് പ്രസിഡന്റ് പാസ്റ്റർ എപ്പഫ്രാസ്, കൂടാതെ ഫിലോമോൻ, കൂടാതെ തീത്തോസ്, ഇവരൊക്കെ സഭയെ തിരുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ അവർ കർത്താവിലേക്ക് മടങ്ങി വരാതിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് റോമിലെ ജയിലിൽ കിടക്കുക. AD 61-62 കാലഘട്ടം പൗലോസിനെ കാണാൻ റോമിലേക്ക് ചെല്ലുകയും റോമിൽ വെച്ച് ഈ ലേഖനം കത്തായി എഴുതി ഒനോസിമോസ് എന്ന് പറയുന്ന ജയിലിൽ വെച്ച് രക്ഷയിലേക്ക് നയിക്കപ്പെട്ട അടിമയായ ആ മനുഷ്യൻ്റെ കയ്യിൽ ഈ ലേഖനം കൊടുത്തുവിടുകയാണ്. ഈ ലേഖനത്തിൽ 4 അധ്യായത്തിൽ നിങ്ങളൊന്നും വായിച്ചാൽ മതി, 25 പ്രാവശ്യം ആവർത്തിക്കുന്നൊരു പദമാണ് ക്രിസ്തു എന്ന പദം. അവർക്കൊന്ന് സ്തോത്രം ചെയ്യാമോ? നിങ്ങൾക്കൊരു ഹോംവർക്ക് കൂടെ ഞാൻ തരുന്നു. കൊലോസ് ലേഖനം 4 അധ്യായത്തിൽ നിങ്ങൾ ക്രിസ്തു എന്ന പദം ഒന്ന് എണ്ണി നോക്കണം. 25 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അത്രമാത്രം പ്രാധാന്യതയോടെ യേശുവിനെ ഇതിനകത്ത് ആധികാരികമായി വർണ്ണിക്കുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ആരാധനകൾ നല്ലതാണ്, നിങ്ങളുടെ പാട്ടുകൾ നല്ലതാണ്, നിങ്ങളുടെ കയ്യടികൾ നല്ലതാണ്, നിങ്ങളുടെ സ്തോത്രങ്ങൾ നല്ലതാണ്, നിങ്ങളുടെ കൊടുക്കൽ വാങ്ങൽ നല്ലതാണ്, നിങ്ങളുടെ ഫെലോഷിപ്പുകൾ, നിങ്ങളുടെ ആഹാരങ്ങൾ, നിങ്ങളുടെ പങ്കുവെക്കലുകൾ എല്ലാം നല്ലതാണ്. പക്ഷേ കർത്താവില്ലാത്തതൊന്നും ജീവിതത്തിൽ ഉണ്ടാകരുത്. അപ്പോസ്തലൻ പറയുന്നു, യേശുവിനെ മുറുകെ പിടിക്കണം, യേശുവിനോട് ചേർന്ന് നിൽക്കണം, യേശുവിനായി നിലനിൽക്കണം, യേശുവിന് വേണ്ടി തലമുറയിൽ ഉറച്ചു നിൽക്കണം. ഇന്ന് രാത്രി നമുക്കൊന്നിച്ച് പറയാം, കർത്താവ് ഉള്ളത് മതി നമുക്ക്. ആമേൻ. ഇന്ന് രാത്രി എന്ന് പറഞ്ഞ യേശു ഉള്ളത് മതി. യേശുവിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ വീട്ടിൽ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ തലമുറയിൽ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ ഭവനത്തിൽ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ സഭയിൽ ഉണ്ടാകട്ടെ, യേശുവിൻ്റെ ദേശത്തുണ്ടാകട്ടെ. ഇന്ന് രാത്രി എന്ന് വിളിച്ചു പറ, കർത്താവില്ലാത്തതൊന്നും എനിക്ക് വേണ്ട, യേശു ഉള്ളത് മതി എനിക്ക്. യേശു എന്നിലുണ്ട്, യേശുവിൻ്റെ വീട്ടിലുണ്ട്, യേശുവിൻ്റെ തലമുറയിലുണ്ട്, യേശുവിൻ്റെ ജീവിതത്തിലുണ്ട്, യേശുവിൻ്റെ ഭാവിയിലുണ്ട്, യേശുവിൻ്റെ മുന്നോട്ടുള്ള ജീവിത യാത്രയിലുണ്ട്. അത് ഉറപ്പുള്ളവർ ആത്മാവിൽ പറഞ്ഞേ, പിശാചേ, കർത്താവ് എന്നിലുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യം. കർത്താവുള്ളതാണ് ജീവിതത്തിന്റെ ഭാഗ്യം. ഈ ഹോളിനകത്ത് കർത്താവ് എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഓ, നിങ്ങൾ അല്ലെ കർത്താവിനോട് അപ്പോസ്തലന്മാർ ചോദിച്ചു, നിനക്ക് വേണ്ടി എവിടെയാ ഞങ്ങൾ പുണ്യസ്ഥലം പണിയേണ്ടത്? കർത്താവ് പറഞ്ഞു, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരു മനസ്സോടെ കൂടുന്നിടത്ത് ഞാൻ എഴുന്നള്ളി വന്നിട്ടുണ്ട്. കർത്താവ് ഇവിടെയുണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ യാത്രയിലുണ്ട്, നമ്മുടെ വഴിയിലുണ്ട്, നമ്മുടെ കൂട്ടായ്മയിലുണ്ട്, നമ്മുടെ ജീവിത യാത്രയിൽ നാം ചലിക്കുന്നിടത്തെല്ലാം യേശു ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറ, കർത്താവുണ്ട്. കർത്താവിൽ നകന്നു പോകുന്നത് ഒരിക്കലും നല്ലതല്ല. യേശുവിനോട് അടുത്ത് നിൽക്കാൻ ഈ തലമുറയിൽ തയ്യാറാകണം. ആമേൻ. ഒന്ന് പറഞ്ഞേ, യേശുവിനോട് അടുത്ത് നിൽക്കണം. ഉറക്കെ പറഞ്ഞേ, ക്ലോസ് ടു ജീസസ്. യേശു അടുത്ത് നിൽക്കണം. ഉറക്കെ വിളിച്ച് പറ, യേശു അടുത്ത് നിൽക്കണം. രാവിലെ പറഞ്ഞ ദൂത് പറഞ്ഞേ, യേശുവിന് അടുത്ത് നിൽക്കണം. അടുത്തിൻ്റെ കൈ കൊടുത്ത് പറ, യേശുവിന് അടുത്ത് നിൽക്കണം കേട്ടോ. യേശുവിന് അടുത്ത് ബോഡ്ലി അപ്രോച്ച്, അടുത്തേക്ക് ചെല്ലുക, അടുത്തേക്ക് ചെല്ലുക, യേശുവിന് അടുത്തേക്ക് ചെല്ലുക, കുറെ കൂടെ അടുത്തേക്ക് ചെല്ലുക. ഉറക്കെ പറഞ്ഞേ, കുറെ കൂടെ അടുത്തേക്ക് ചെല്ലുക. ആരടുത്തേക്ക്? യേശുവിന് അടുത്തേക്ക് ചെല്ലുക, യേശുവിന് അടുത്തേക്ക് ചെല്ലുക, യേശുവിന് അടുത്തേക്ക്. ഇന്ന് രാത്രി, 1-ാമത്തെ രാത്രി, ആത്മാദൂത് പറയുന്നു, നിങ്ങളും നിങ്ങളുടെ കർത്താവുമായി എത്ര കാതങ്ങൾ അകലെയാണ്. അടുത്തേക്ക് ചെല്ലുക. അടുത്തേക്ക് ചെല്ലുന്തോറും അവിടുത്തെ ജീവന്റെ ഉറവ നമ്മിലേക്ക് പകരും. അടുത്തേക്ക് ചെല്ലുന്തോറും അവിടുത്തെ പച്ചപ്പ് നമ്മിലേക്ക് പകരും. അടുത്തേക്ക് ചെല്ലുന്തോറും അവിടുത്തെ സാന്നിധ്യം നമ്മിലേക്ക് പകരും. അടുത്തേക്ക് ചെല്ലുന്തോറും അവിടുത്തെ പ്രകാശം നമ്മിലേക്ക് പകരും. അടുത്തേക്ക് ചെല്ലുന്തോറും നാം ധന്യരായി മാറും. ഓ റാവല റഥല റഗദന ഉടരിയാംധന റീമാന ശതരാധന. ഇന്ന് രാത്രി യേശുവിന് അടുത്തേക്ക് കുറെ കൂടെ ചെല്ലാൻ, യേശുവിന് അടുത്തേക്ക് കുറെ കൂടെ ചെല്ലാൻ, യേശുവിന് അടുത്തേക്ക് കുറെ കൂടെ ചെല്ലാൻ, യേശുവിന് അടുത്തേക്ക് കുറെ കൂടെ ചെല്ലാൻ കുഞ്ഞെ തയ്യാറാക. ജീവിതം ധന്യമാകും. ആമേൻ, ആമേൻ. എല്ലാ യോഗം കൊണ്ടും, എല്ലാ പ്രാർത്ഥന കൊണ്ടും, എല്ലാ ആരാധന കൊണ്ടും, എല്ലാ ഉപവാസം കൊണ്ടും, എല്ലാ കൺവെൻഷൻ കൊണ്ടും, എല്ലാ വചന പ്രസംഗം കൊണ്ടും ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒറ്റ എയിമേ ഉള്ളൂ. കർത്താവിനോട് അടുത്തേക്ക് ചെല്ലണം, കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലണം, യേശുവിന്റെ അടുത്തേക്ക് കുറെ കൂടെ ചെല്ലണം. ആമേൻ. നിങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്.
നിങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് പാസ്റ്ററെ സുഖമാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ അതുകൊണ്ട് വലിയ ഗുണമുണ്ടാകും തോന്നുന്നില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ, ഞങ്ങൾക്ക് നന്നായിരിക്കട്ടെ എന്ന് പറയാനേ പറ്റൂ, ഞങ്ങൾക്ക് ഗോഡ് ബ്ലെസ് യു എന്ന് പറയാനേ പറ്റൂ. പക്ഷേ കർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ പോയതുപോലെ വെറുതെ വരില്ല. സ്വത്രം ചെയ്യാമോ? കർത്താവിൻ്റെ അടുത്തേക്ക്, കുറേ കൂടെ അടുത്തേക്ക് ഇന്ന് രാത്രി പറഞ്ഞുകൊണ്ട് പോകണം. ഹല്ലേലൂയ. കുറേ കൂടെ കർത്താവിൻ്റെ അടുത്തേക്ക്, കർത്താവുമായിട്ട് എത്ര ദൂരമാണ് നിങ്ങൾ നിൽക്കുന്നത്? കുറേ കൂടെ അടുത്തേക്ക് ചെല്ലേ. അവിടുത്തെ പ്രകാശം നമ്മിലേക്ക് പകരും, അവിടുത്തെ വിടുതൽ നമ്മിലേക്ക് പകരും. തൻ്റെ അടുത്തേക്ക് ചെന്ന ഒരാളും ലജ്ജിച്ചു പോയിട്ടില്ല. ഈ 21 ദിനരാത്രങ്ങൾ കർത്താവിൻ്റെ അടുത്തേക്ക് കുറെ കൂടെ ചെല്ലാൻ കഴിയുന്ന യോഗങ്ങളായി മാറും. ആമേൻ. കർത്താവിൻ്റെ അടുത്തേക്ക് കുറെ കൂടെ ചെല്ലാൻ കഴിയുന്ന യോഗങ്ങളായി മാറും. ആമേൻ. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിലൂടെ സഭയോട് പറയുന്നത് യേശു ക്രിസ്തു സഭയുടെ തലയാകുന്നു എന്ന കോണ്ടസ്റ്റാണ്. വളരെ ആഴത്തിൽ എത്രയോ സമയങ്ങൾ പഠിച്ചാൽ തീരാത്ത, പഠിക്കുന്തോറും വചനങ്ങൾ പഠിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നൊരു പുസ്തകമാണ് കൊലോസ് ലേഖനം. വചനം പഠിക്കാൻ മടിയുള്ളവർ കൊലോസ് ലേഖനം പഠിച്ചു തുടങ്ങിയാൽ, ഞാൻ എൻ്റെ ഒരു ചിന്താഗതിയിൽ വചനം വായിക്കുമ്പോൾ വചനം പഠിക്കാൻ മടി വരുന്നെങ്കിൽ, ഉറക്കം വരുന്നെങ്കിൽ ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചാൽ വായിക്കാനായിട്ടും പഠിക്കാനുള്ളൊരു ആവേശം തോന്നും. ആമേൻ. വചനം പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുവിശേഷകന്മാരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മടുപ്പ് വരുന്നെങ്കിൽ ഈ ഭാഗങ്ങൾ തുറന്നു വായിക്കണം. നമ്മോട് തന്നെ ദൂതുകൾ പറയും, നമ്മോട് തന്നെ ആത്മാവ് സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് പറ്റും. ആമേൻ. ഹല്ലേലൂയ. യേശുവിനെ വാനോളം ഉയർത്തുകയാണ് ഈ ലേഖനത്തിലൂടെ. ഈ ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത യേശു ക്രിസ്തു സഭയുടെ തലയാകുന്നു എന്നുള്ളതാണ്. വളരെ ലളിതവും സുന്ദരവുമായി നമുക്ക് പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുന്ന ഭാഗങ്ങളാണ്. അങ്ങനെ പോയാൽ ഇന്ന് രാത്രി എൻ്റെ ഈ ചിന്തയിലേക്ക് വന്ന് ചില കാര്യങ്ങൾ പറയാൻ പറ്റാതെ പോകും. 1-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം മുതൽ യേശുവിനെ ഉയർത്തി 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നു. സ്തോത്രം. അതിൻ്റെ 16, അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ അവിടെ വായിക്കുന്നു. സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. അടുത്തത് 17, അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിൻ്റെയും ആധാരമാകുന്ന ക്രിസ്തു. ആമേൻ. 1-ാമത്തെ അപ്പോസ്തലൻ പറയുകയാണ്, യേശു സകലത്തിൻ്റെയും ആധാരമാകുന്നു. ഉറക്കെ പറഞ്ഞേ, യേശു സകലത്തിൻ്റെയും ആധാരം. വാ തുറന്ന് പറ, കെട്ടുകൾ പൊട്ടാൻ വേറെ വഴിയില്ല. ഉറക്കെ പറ, യേശു സകലത്തിൻ്റെയും ആധാരമാകുന്നു. യേശു മുഖാന്തരം സകലതും സൃഷ്ടിക്കപ്പെട്ടു, സകലതും അവനായി സൃഷ്ടിക്കപ്പെട്ടു, സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. യേശു ഇല്ലാതെ ഒന്നും ഉളവായിട്ടില്ല, യേശു ഇല്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല, യേശു ഇല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് നമ്മൾ കൈയടിക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ പാട്ട് പാടുന്നത്? എന്തുകൊണ്ട് അന്യഭാഷ പറയുന്നത്? എന്തിനാ കർത്താവിനെ സേവിക്കുന്നത്? അവർ ഗോഡ് ഈസ് ക്രിയേറ്റർ. നമ്മുടെ ദൈവം സൃഷ്ടിതാവാണ്. എന്തിനാണ് നമ്മൾ ദൈവത്തെ ആരായി? പലരും ചോദിക്കും, ഉപദേശി ഇത്ര ബഹളം വെക്കണോ? ഞങ്ങൾ ബഹളം വെക്കുക, കാരണം ഞങ്ങൾ ചുമ്മാതെ മുഷ്ടിയുദ്ധം ചെയ്യുന്നവരല്ല. ഈ അണ്ടഘടക സീമ സംവിധാനം, അണ്ടഘടക പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയ, ഭൂമി ഉണ്ടാക്കിയ, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ, നക്ഷത്രങ്ങളെ, നക്ഷത്രവ്യൂഹങ്ങളെ ഉണ്ടാക്കിയ, ഒരു ശാസ്ത്രത്തിൻ്റെയും ഭൂത കണ്ണാടിയിൽ കാണപ്പെടാത്ത കോടാനുകോടി നക്ഷത്രവ്യൂഹങ്ങളെ ഉണ്ടാക്കിയ, മനുഷ്യനെ ഉണ്ടാക്കിയ, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഒരേ ഒരു സൃഷ്ടിതാവ്, ഒരേ ഒരു ക്രിയേറ്റർ, അത് ഞാൻ ആരാധിക്കുന്ന യേശുവാണെന്ന് ഉറപ്പുള്ളവർ വചനത്തിലൂടെ ഇന്ന് പകൽ പറഞ്ഞേ, ഞാൻ ആരാധിക്കുന്ന യേശു സൃഷ്ടിതാവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതരം തുറന്ന് ആത്മാവിൽ പറഞ്ഞേ, എൻ്റെ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്, എൻ്റെ ദൈവം സകലത്തിൻ്റെയും ആധാരമാണ്. ആമേൻ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നാം യേശുവിനെ ആരാധിക്കുന്നത്? സംശയമുള്ളവരോട് പറയണം, എന്തുകൊണ്ടാണ് നാം ദൈവത്തെ യേശുവിനെ ആരാധിക്കുന്നത്? നമ്മുടെ കർത്താവ് സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്. ആമേൻ. ഒന്നുറക്കെ പറഞ്ഞേ, യേശു സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്, അവൻ സകലത്തിൻ്റെയും ആധാരമാകുന്ന ക്രിസ്തു. ഇന്ന് രാത്രി വേദനയോടെ, സങ്കടത്തോടെ, പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളോടെ മുമ്പിൽ വെല്ലുവിളികളുമായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ചിലത് ഉണ്ടാക്കാൻ കഴിയുന്ന,
ചിലത് സൃഷ്ടിക്കാൻ കഴിയുന്ന, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സകലതും ഉണ്ടായെങ്കിൽ ഇന്ന് രാത്രി ചിലത് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ സേവിക്കുന്നത്. നിന്റെ മുമ്പിൽ അസാധ്യമായി നിൽക്കുന്ന ചിലതിനെ ഉണ്ടാക്കാൻ ദൈവത്തിന് പറ്റും. എത്ര വിശ്വസിക്കുന്നു? അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ജനത്തിന് വേണ്ടി ദൈവം ചിലത് ക്രിയേറ്റ് ചെയ്യട്ടെ. റാമാന റാത്തല റഗദന റീമാന. അക്ഷരികമായി കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും ഇന്ന് പകൽ ദൈവം ചിലത് സൃഷ്ടിപ്പുകൾ നടത്താൻ ദൈവം സൃഷ്ടിതാവാണ്, സകലത്തിൻ്റെ സൃഷ്ടിതാവാണ്. യേശു സകലത്തിൻ്റെ ആധാരമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കർത്താവ് നിനക്ക് വേണ്ടി ചില സൃഷ്ടിക്കും. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞെങ്കിൽ കടലിൽ കിടക്കുന്ന അല്ലെങ്കിൽ നദിയിൽ കിടക്കുന്ന മത്സ്യത്തിന്റെ വായിലെ ദ്രവ്മേ ദൈവം കണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ നീ കാണാത്ത ചിലത് ദൈവം നിനക്ക് വേണ്ടി കരുതും, നിനക്ക് വേണ്ടി ഒരുക്കും, നിനക്ക് വേണ്ടി സൃഷ്ടിക്കും, നിനക്ക് വേണ്ടി ഉണ്ടാക്കും. ദൈവം ചിലത് ഉണ്ടാക്കുന്നവനാ. റാബാല റഥല. വിശ്വസിക്കുന്നവർ ആത്മാവിൽ പ്രവചിച്ചേ, വിശ്വസിക്കുന്നവർ ആത്മാവിൽ സംസാരിച്ചേ. രാമാന റഥല. പർവ്വത സമാനമായ പ്രശ്നങ്ങളുടെ മുമ്പിൽ അലഞ്ഞുലഞ്ഞു വലഞ്ഞു പോകുന്ന വിശ്വാസിയെ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുന്നു, ഇല്ലാത്തതിനെ വിളിച്ചു വരുത്താൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. കർത്താവ് ചിലത് ഉണ്ടാക്കും, കർത്താവ് ചിലത് നിർമ്മിക്കും, കർത്താവ് ചിലത് സൃഷ്ടിക്കും, കർത്താവ് ചിലത് വിളിച്ചു വരുത്തും. റാബല റഥല റഗദന റീമാന ശന്ധരാധന. രാമന റീധന. ഇന്ന് പകൽ ചിലത് മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുന്നെങ്കിൽ ഈ വചനത്തിലൂടെ ആത്മാവിൽ പറയാം, നമ്മുടെ കർത്താവ് സകലത്തിൻ്റെയും ആധാരമാകുന്നു. ആമേൻ. കർത്താവില്ലാതെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാകാനും പോകുന്നില്ല. ഉറക്കെ പറഞ്ഞേ, നമ്മുടെ കർത്താവ് ഇല്ലാതെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകാനും പോകുന്നില്ല. എല്ലാം അവൻ്റെ ജ്ഞാനത്തിൽ മറഞ്ഞിരിക്കുകയാ. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? ദൈവവചനമാണ് ഇന്ന് രാത്രി ഞാൻ പറയുന്നത്. നമ്മുടെ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് സകലതും ഉണ്ടാക്കാൻ കഴിവുള്ളവനാണ്. അത് ആഴത്തിൽ വിശ്വസിക്കണം. ഈ ദിവസങ്ങളിൽ യോഗത്തിൽ വന്ന് കയറുമ്പോൾ വെറുതെ എല്ലാ യോഗത്തിലും പോയി ഇരിക്കുന്ന പോലെ ഇരിക്കരുത്. ആഴത്തിൽ വിശ്വസിക്കണം, എൻ്റെ ദൈവത്തിന് എനിക്ക് വേണ്ടി ചിലത് ഉണ്ടാക്കാൻ പറ്റും. വിശ്വസിച്ചുകൊണ്ട് ഹോളിനകത്ത് കയറി ആത്മാവിൽ പ്രാർത്ഥിക്ക്. ദൈവം ചിലത് നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ചിലത് ഉണ്ടാക്കാൻ കഴിയുന്ന ദൈവമാണ്. ആമേൻ. രണ്ടാമത്തെയും അതിൻ്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നു, അവനല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവർ ഗോഡ് ഈസ് പെർഫെക്റ്റ്. ആമേൻ. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ ദൈവം സകലത്തിൻ്റെയും സൃഷ്ടിതാവാണ്. 2-ാമത്തിൽ അപ്പോസ്തലൻ പറയുന്നു, നമ്മുടെ ദൈവം പൂർണ്ണനായ ദൈവമാണ്. ഉറക്കെ പറഞ്ഞേ, നമ്മുടെ ദൈവം പൂർണ്ണനായ ദൈവം. ആമേൻ. അടുത്ത നാക്ക് കൈകൊടുത്ത് ഊതു പറ, നമ്മുടെ ദൈവം യേശു കർത്താവ് പൂർണ്ണനായ ദൈവമാണ്. അപൂർണതയുള്ള നമ്മെ പൂർണ്ണനാക്കാൻ കഴിയുന്ന ഒരേ ഒരു കർത്താവ് നമ്മുടെ ദൈവമാണ്. ഉറക്കെ സ്തോത്രം ചെയ്തേ. ഒത്തിരി അപൂർണതകളുള്ള, ഒത്തിരി വലിയ ബലഹീനതകളുള്ള, ഒത്തിരി അയോഗ്യതയുള്ള എന്നെ പൂർണ്ണനാക്കാൻ കഴിയുന്ന പൂർണ്ണനായ ദൈവം, സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്യതയുള്ളവനും സർവശക്തനും സർവജ്ഞാനിയും ആൽഫയും ഒമേഗയും അല്ലെങ്കിൽ ആച്ഛേദനമില്ലാത്തവനുമായ പൂർണ്ണനായ ഒരു ദൈവമുണ്ട്. അത് ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവമാണ്. എത്ര പേർ കുറപ്പുണ്ട്? എൻ്റെ ദൈവം, അവർ ഗോഡ് ഈസ് പെർഫെക്റ്റ്. അവൻ സംസാരിക്കും, അവൻ ഇടപെടും, അവൻ നിർമ്മിക്കും, അവൻ കാണും. ആമേൻ. നമ്മുടെ ദൈവം പൂർണ്ണനായ ദൈവമാണ്. ഹല്ലേലൂയ. ചുമ്മാതെ വന്ന് കൈയടിച്ച് ബഹളം വെച്ച് പോകുന്നവരല്ല നമ്മൾ. എന്തുകൊണ്ടാണ് നാം യേശുവിനെ ആരാധിക്കുന്നത്? നമ്മുടെ ദൈവം പെർഫെക്റ്റായ ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. 10 പേരെ ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് യോഗത്തിന് ചോദിച്ചാൽ പറയണം, അവർ ഗോഡ് ഈസ് ക്രിയേറ്റർ, അവർ ഗോഡ് ഈസ് പെർഫെക്റ്റ്. ആമേൻ. എൻ്റെ ദൈവം പെർഫെക്റ്റായ ദൈവമാണ്. കണ്ണുണ്ടായിട്ട് കാണുന്ന, ചെവി ഉണ്ടായിട്ട് കേൾക്കുന്ന, മൂക്കുണ്ടായിട്ട് മണക്കുന്ന, എന്നെയും നിങ്ങളെയും ആഴത്തിൽ സ്പർശിക്കുന്ന, അറിയുന്ന, തൊടുന്ന, സംസാരിക്കുന്ന, ഇടപെടുന്ന, ചലിക്കുന്ന, ചലിപ്പിക്കുന്ന സർവ്വവ്യാപിയായ ഒരു ദൈവം. ഞാൻ നിങ്ങൾ ഇവിടെ കൈയടിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ചലിക്കും. ഞാൻ നിങ്ങളിവിടെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്
ചലിക്കും. നമ്മുടെ ദൈവം ചലിക്കുന്ന ദൈവമാണ്, ചലിപ്പിക്കുന്ന ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം പൂർണ്ണനായ ദൈവമാണ്. അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഇന്ന് പകൽ വിളിച്ചു പറ, ഇന്ന് രാത്രി വിളിച്ചു പറ, എൻ്റെ ദൈവം പൂർണ്ണനായ ഒരു ദൈവമാണ്. ഓ റബല റഥല റഗദന സിമന റഥിനിയാംസന. ഇന്ന് രാത്രി ഏതെങ്കിലുമൊക്കെ അപൂർണതയുണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിൽ സകലവും തികയ്ക്കാൻ, തികവുള്ളതാക്കാൻ കഴിവുള്ള ഒരു കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറ, കർത്താവേ അങ്ങ് പൂർണ്ണനായ ദൈവമാണ്. ഞാനെങ്കിൽ ആഴത്തിൽ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി എൻ്റെ ബലഹീനതകൾക്ക് സഹായകനായി ഹെൽപ്പറായി നിൽക്കാൻ അങ്ങേക്ക് കഴിയുമല്ലോ. എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് ഇന്ന് രാത്രി പറ. കർത്താവ് നമ്മെ പണിയുന്ന രാത്രികളാകട്ടെ. ആമേൻ. മൂന്നാമത്തെയും അതിൻ്റെ രാവിലെ ഞാൻ പറഞ്ഞിരുന്നു, മൂന്നാമത്തെയും അതിൻ്റെ 1-ാം വാക്യത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തു. മൂന്നാമത്തെയും 1-ാം വാക്യം പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ക്രിസ്തു. അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് ഏക മധ്യസ്ഥനാണ്. ആമേൻ. നമ്മുടെ കർത്താവ് ഏക മധ്യസ്ഥനാണ്. സഭയ്ക്ക് വേണ്ടി മാത്രം, രക്ഷിക്കപ്പെട്ടവന് വേണ്ടി മാത്രം പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നൊരു ദൈവമുണ്ട്. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? ലോകത്തിൽ ആരും നമ്മുടെ പക്ഷത്തില്ലെങ്കിലും കർത്താവിടെ പക്ഷത്തുണ്ട്. ഉറക്കെ പറ, ലോകത്തിൽ ആരും എൻ്റെ പക്ഷത്തില്ലെങ്കിലും കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? ഓ റമന റഥല റഗദന. യോഗത്തിൽ ആരും എൻ്റെ പക്ഷത്തില്ലെങ്കിലും, എൻ്റെ അപ്പൻ എൻ്റെ പക്ഷത്തല്ലെങ്കിലും, എൻ്റെ അമ്മ എൻ്റെ പക്ഷത്തല്ലെങ്കിലും, എൻ്റെ ഭർത്താവ് എൻ്റെ പക്ഷത്തല്ലെങ്കിലും, എൻ്റെ ഭാര്യ എൻ്റെ പക്ഷത്തല്ലെങ്കിലും, എൻ്റെ സഹോദരങ്ങളുടെ പക്ഷത്തല്ലെങ്കിലും, എൻ്റെ പക്ഷം പിടിച്ച് പറയാൻ ഒരാളുമില്ലെങ്കിലും യേശു എൻ്റെ പക്ഷത്തുണ്ട്. യേശു എനിക്ക് അനുകൂലമായിട്ടുണ്ട്. കർത്താവ് എൻ്റെ പക്ഷം പിടിച്ച് എനിക്ക് വേണ്ടി വാദിക്കുന്നു. എൻ്റെ കർത്താവ് എൻ്റെ ഏക മധ്യസ്ഥനാണ്. ഉറപ്പുള്ളവർ ആത്മാവിൽ പറഞ്ഞ യേശു ഏക മധ്യസ്ഥൻ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ പക്ഷത്തൊക്കെ ആരെങ്കിലും ഉണ്ടെന്ന് പറയുന്നെങ്കിൽ അവരൊക്കെ സാഹചര്യം വരുമ്പോൾ, നിന്റെ ആരോഗ്യം ക്ഷയിക്കുമ്പോൾ, നിന്റെ പണമില്ലാതാകുമ്പോൾ, നിന്റെ സമ്പത്തില്ലാതാകുമ്പോൾ, നിനക്ക് അനുകൂലമായി ചിലതൊക്കെ ഇല്ലാതാകുമ്പോൾ അവരൊക്കെ നിന്നെ വിട്ട് വഴിമാറാൻ സാധ്യതയുണ്ട്. എന്നാൽ കർത്താവ് എക്കാലവും നമ്മുടെ പക്ഷത്തുണ്ട്. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? നമുക്ക് ആരോഗ്യം ഉള്ളപ്പോഴും കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്, ആരോഗ്യമില്ലെങ്കിലും നമ്മുടെ കർത്താവ് പക്ഷത്തുണ്ട്. നമ്മുടെ പക്ഷത്ത് രക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ, വീണ്ടും ജനിച്ചു എന്ന കാരണത്താൽ, ദൈവമകനായി മകളായി എന്ന കാരണത്താൽ നമ്മുടെ കർത്താവ് ഉണ്ടെന്ന് ഇന്ന് രാത്രി ഉറപ്പാക്കണം. ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ? ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. ഞാൻ ആരെ പേടിക്കും? ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ നിർഭയനായിരിക്കും. ഉറക്കുവാൻ എത്ര ഉറപ്പുണ്ട്? കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. രാവിലെ ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഓ റമന റഥല റഗദന. മിണ്ടാതിരിപ്പീൻ. ദൈവം എൻ്റെ പക്ഷത്തുണ്ട്. ദൈവം പക്ഷത്തുള്ളവൻ തോൽക്കയില്ല. ദൈവം പക്ഷത്തുള്ളവൻ പരാജയപ്പെടില്ല. ദൈവപക്ഷത്തുള്ളവൻ ഒറ്റപ്പെടുകയല്ല. ദൈവപക്ഷത്തുള്ളവൻ ലജ്ജിച്ചു പോകുകയില്ല. മനുഷ്യർ പക്ഷത്തുണ്ടായാൽ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. ദൈവപക്ഷത്തുണ്ടെങ്കിൽ നീ പരാജയപ്പെടില്ല. ഓ റമന ശൈഡരിയോസിയാംതന ഉടരിയാംതന റഗദന. ഇന്ന് രാത്രി കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടോ എന്ന് നാം ഉറപ്പാക്കിയിട്ടേ പോകാവൂ. സ്തോത്രം. സീനായിൽ ദൈവത്തിൻ്റെ അതുല്യ സാന്നിധ്യം, ഗോഡ്ലി പ്രസൻസ്, കർത്താവിനെ കണ്ട സാന്നിധ്യവുമായി മുഖശോഭയുമായി ഒരുവൻ ദൈവം കൈവിരൽ കൊണ്ടെഴുതിയ കൽപ്പനയുമായി സീനായിൽ നിന്ന് ഇറങ്ങി വരികയാണ്. താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആരാധനയ്ക്ക് പകരം മറ്റൊന്ന് കണ്ട് അവൻ്റെ കയ്യിൽ ദൈവം കൊടുത്ത കൽപ്പലകൊക്കെ ഉടച്ചു കളഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവം പറയുന്നു, ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവനോട് വഴി മാർദിക്കാൻ പറയുന്നു. ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവൻ ഇന്ന് രാത്രി പറയുന്നു, ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവനെ ചേർത്ത് പിടിക്കുന്നൊരു ദൈവം. ലോകത്തിൻ്റെ ലേവി ഗോത്രം വഴി മാറുന്നു. ലേവി ഗോത്രം ലോകത്തിൽ അപ്പൻ പറഞ്ഞു, നിനക്കൊരു നന്മയും തരാനില്ല, നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ലേവി ഗോത്രത്തെ കുറിച്ച് അപ്പന് പറയാൻ ചില കാര്യമുണ്ട്. പക്ഷേ ലേവി ഗോത്രത്തെ കുറിച്ച് ദൈവത്തിന് പറയാൻ, നീ ആലയത്തിലെ മുമ്പനാ, നീ ആലയത്തിലെ പുരോഹിതനാ. ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവനെ മുമ്പനാക്കുന്ന ദൈവം പിൻപന്മാരെ മുമ്പനാക്കുന്ന ദൈവം. ഉറപ്പുള്ളെന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവം നിന്റെ പക്ഷത്തുണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ പക്ഷത്തുണ്ടെങ്കിൽ ചരിത്രം വഴിമാറും കേട്ടോ. നീ പുറത്താണെങ്കിലും ദൈവം നിന്നെ മുമ്പിൽ കൊണ്ടുവരും. നീ അകന്നാണെങ്കിലും ദൈവം നിന്നെ മുമ്പിൽ കൊണ്ടുവരും.
ലേവി ഗോത്രത്തെ കുറിച്ച് അപ്പന്റെ ചരിത്രം വേറെയാ, പക്ഷെ ദൈവത്തിന്റെ ചരിത്രം വേറെയാ. അവന്റെ തലമുറ ആലയത്തിലെ മക്കള്, അവന്റെ തലമുറ ആലയത്തിലെ സേവകരാ. ചരിത്രം വഴിമാറിയെങ്കിൽ വിശ്വസിക്ക്, ദൈവത്തിന്റെ പക്ഷത്തിൽ നീ പരാജയപ്പെട്ടു പോകുകയില്ല. ദൈവം നിന്റെ ഒരു ചരിത്രമാക്കി മാറ്റും. ഓ രാമാന, വിശ്വസിക്കുന്നവർ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ പക്ഷത്തിൽ നിൽക്കുന്നത് വെറുതെയാകില്ല. ദൈവത്തെ സേവിച്ചത് വെറുതെയാകില്ല. ദൈവത്തെ ആരാധിച്ചത് വെറുതെയാകയില്ല. ദൈവത്തെ പിൻപറ്റിയത് വെറുതെയാകയില്ല. ദൈവത്തിന്റെ പക്ഷത്ത് നീ നിന്നത് വെറുതെയാകയില്ല. ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ദൈവത്തിന്റെ പക്ഷത്ത് നിന്നത് വെറുതെയാകയില്ല. ഹല്ലേലൂയ, ആമേൻ. അപ്പോസ്തലൻ പറയുകയാണ്, അവർ ഗോഡ് ഈസ് ക്രിയേറ്റർ, അവർ ഗോഡ് ഈസ് പെർഫെക്റ്റ്, അവർ ഗോഡ് ഈസ് മീഡിയേറ്റർ. അല്ലെ 4-1 വാക്യം, യജമാനന്മാരെ നമുക്ക് സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ടെന്നറിഞ്ഞ് ദൈവത്തെ സേവിപ്പീൻ. അതിൻ്റെ അർത്ഥം അവർ ഗോഡ് ഈസ് ബിഗ് ബോസ്. നമ്മുടെ കർത്താവ് വലിയ യജമാനനാണ്. അവർക്ക് പറഞ്ഞേ, നമ്മുടെ കർത്താവ് വലിയ യജമാനൻ. ഈ ലോകത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ ഒത്തിരി യജമാനന്മാരുണ്ട്, പക്ഷെ നമുക്കൊരു വലിയ യജമാനുണ്ട്. ഈ സകലത്തെ നിയന്ത്രിക്കുന്നൊരു യജമാനൻ. ആമേൻ. അല്ലെങ്കിൽ അത് നമ്മുടെ കർത്താവാണ്. ഉറക്കെ പറഞ്ഞേ, ഒരു വലിയ യജമാനനുണ്ട്. ആമേൻ. സകല ഉന്നതന് മീതെയും ഒരു അത്യുന്നതൻ. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? സകല ഉന്നതന് മീതെ ഒരു അത്യുന്നതൻ, അത് നമ്മുടെ കർത്താവാണ്. ഉറക്കെന്ന് സ്തോത്രം ചെയ്തേ, എൻ്റെ കർത്താവ് വലിയ യജമാനനാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തലൻ യേശുവിനെ ഇങ്ങനെ ഉയർത്തുകയാണ് ലേഖനത്തിലൂടെ. അത് ഞാനിവിടെ നിന്നുകൊണ്ട് പറഞ്ഞാൽ ഇന്ന് രാത്രി ഈ സമയം തീർന്നാലും വർണ്ണിച്ചാലും ഒരായുസ് പോരാ. ഹല്ലേലൂയ, ഒരായുസ് പോരാ യേശുവിനെ വർണ്ണിക്കാൻ. ഉറക്കെ പറഞ്ഞേ, യേശുവിനെ വർണ്ണിക്കാൻ ഒരായുസ് പോരാ. ഉറക്കെന്ന് പറഞ്ഞേ, എൻ്റെ ആയുസ് പോരാ, എൻ്റെ നാവ് പോരാ, എൻ്റെ നാള് പോരാ, എൻ്റെ ജീവിതം പോരാ. എഴുതിയാൽ തീരില്ല, പാടിയാൽ തീരില്ല, പ്രസംഗിച്ചാൽ തീരില്ല, വർണ്ണിക്കാൻ മതിയാവില്ല. യേശുവിനെ വർണ്ണിച്ചാൽ തീരില്ല. അത്രമാത്രം നമ്മുടെ കർത്താവ് വലിയവനാണ്, ശ്രേഷ്ഠനായൊരു ദൈവം. ആമേൻ. നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വേഗത്തിൽ നിന്ന് ഓടി വരികയാണ്. 19 വാക്യം. ഇവിടെ പറയുന്ന 4 പദപ്രയോഗങ്ങളാണ്. വേദപുസ്തകത്തിൽ ശരിക്കും സമയം കണ്ടെത്തി പഠിക്കേണ്ട 4 പദപ്രയോഗങ്ങൾ. 1 തലയായവൻ, 2 ശരീരം മുഴുവൻ, 3 സന്ധികളും ഞരമ്പുകളും, 4 ദൈവികമായ വളർച്ച. ഒടുവിലത്തെ പദത്തിൽ നിന്നാണ് ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ഇന്ന് യോഗമുള്ളത്. എങ്കിലും 1-2 പദങ്ങളൊക്കെ ഒന്ന് ഓടിച്ച് ഞാൻ പറഞ്ഞതിലേക്ക് വരാം. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ശരീരം എന്ന് പറയുന്നത് സഭയാണ്. ശരീരം മുഴുവൻ എന്ന് പറയുന്നത് എന്താണ്? സഭയാണ്. അവർക്ക് പറഞ്ഞേ, ശരീരം മുഴുവൻ. എഫേസ്യ ലേഖനം 1 പറയുന്നു, ദൈവം തൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തു. സഭ എന്ന് പറയുന്നത്, സഭയെ ഇവിടെ ശരീരത്തോട് ചേർത്ത് വെച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. ഈ ശരീരമാകുന്ന സഭയ്ക്ക് ഒരു തലയുണ്ട്. അതാണ് 1 പദം, തലയായവൻ. ശ്രദ്ധിച്ചേക്കണേ, കുറച്ചൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഈ ഭാഗങ്ങൾ പെട്ടെന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന ഭാഗങ്ങളാണ്, ലളിതമാണ്, സുന്ദരമാണ്. പക്ഷെ ശ്രദ്ധിച്ചിരിക്കണം, ഇവിടെ പറയുന്ന ശരീരം എന്ന് പറയുന്നത് സഭയാണ്. ആമേൻ. സഭ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പ്രതികരിച്ചേ. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അവർക്ക് പറഞ്ഞേ, ദൈവത്താൽ വിളിച്ച്, വാ തുറന്ന് പറ, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ് സഭ. രക്ഷിക്കപ്പെട്ടവർ കൂട്ടമാണ് സഭ. രക്ഷിക്കപ്പെടാത്ത ആളുകൾ വന്നു കൂടുന്നത് സോഷ്യൽ ഗാദറിംഗ്, അത് സഭയല്ല. രക്ഷിക്കപ്പെട്ടവർ കൂട്ടമാണ് സഭ. രക്ഷിക്കപ്പെട്ട കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞാൽ എന്താണ്? രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഒന്ന് പ്രതികരിച്ച, വാ തുറന്ന് പറ. രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? കൺവെൻഷനെ കൈമുക്കിയ രക്ഷിക്കപ്പെടത്തില്ല കേട്ടോ. രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്? യോഗത്തിന് വന്ന് വെറുതെ ഇരുന്നാന്നും രക്ഷിക്കപ്പെടത്തില്ല കേട്ടോ. എല്ലാ യോഗത്തിനും വന്നു, രക്ഷിക്കപ്പെടണമെന്നില്ല. കൺവെൻഷൻ എല്ലാം പോയി, രക്ഷിക്കപ്പെടണമെന്നില്ല. കൺവെൻഷൻ കൈപൊക്കയിൽ രക്ഷിക്കപ്പെടണമെന്നില്ല. എന്താ രക്ഷിക്കപ്പെടുന്നു പറഞ്ഞാൽ എന്താ? അതൊരു തീരുമാനം മാത്രം പറയുക. രക്ഷിക്കപ്പെടുന്നു പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുന്ന ഏവനും രക്ഷിക്കപ്പെടും. എന്ന് വെച്ചാൽ യേശുക്രിസ്തു ഏകദൈവമെന്നും, യേശുക്രിസ്തു എല്ലാ ദൈവങ്ങളുടെ കൂട്ടത്തിലല്ല, യേശുക്രിസ്തു ഏകദൈവമെന്നും, യേശുക്രിസ്തു സത്യദൈവമെന്നും, യേശുക്രിസ്തു മാത്രം ഏകരക്ഷകനെന്നും ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് ആ വിശ്വാസം എഴുന്നേറ്റ് വാ കൊണ്ട് പറയണം. ആമേൻ. മനസ്സിലായില്ല?
ഹൃദയത്തിൽ യേശുവിനെ വിശ്വാസമില്ലാത്ത ആരാ ഉള്ളേ? പിശാചിന് യേശുവിന് വിശ്വാസമുണ്ട് കേട്ടോ. ഹൃദയത്തിൽ യേശുവിന് വിശ്വാസമില്ലാത്ത ആരാ ഉള്ളേ? ഇവിടെ എല്ലാവരും പറയുന്നു യേശുവിനെ ഭയങ്കര വിശ്വാസം. കമ്മ്യൂണിസ്റ്റുകാർ പറയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണെന്ന് പറയും. കുറച്ച് കോൺഗ്രസ്സുകാർ പറയും ഞങ്ങൾ യേശുവിൻ്റെ ആളാന്ന് പറയും. യേശുവിന് വിശ്വാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഇരിപ്പാണെങ്കിൽ നിങ്ങൾക്ക് മാത്രം അല്ല, എല്ലാവർക്കും യേശു വിശ്വാസമുണ്ട്. പക്ഷെ എന്താ രക്ഷിക്കപ്പെടാത്ത? ആ വിശ്വാസം ഏകദൈവമെന്നും സത്യദൈവമെന്നും ഏകരക്ഷകനെന്നും എൻ്റെ പാപമോചനത്തിനായി കാൽവറി മരിച്ചു എന്നും ഹൃദയത്തിൽ വിശ്വസിച്ചാൽ പോരാ. ആ വിശ്വാസം വായിക്കൊണ്ട് എപ്പോൾ പറയുന്നോ അപ്പോൾ മാത്രമേ രക്ഷിക്കപ്പെടൂ. അങ്ങനെ രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഈ യോഗത്തിലുണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ടേ പോകാവോ? ഉറക്കെ സ്തോത്രം ചെയ്താട്ടെ. രക്ഷിക്കപ്പെടാനല്ല സ്നാനപ്പെടേണ്ടത്, രക്ഷിക്കപ്പെട്ടവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. ഇതൊക്കെ പറയാൻ എഴുതേറ്റല്ല, നിയോഗം എന്നോട് പറഞ്ഞു തോന്നിയാ. രക്ഷിക്കപ്പെടാനല്ല സ്നാനപ്പെടേണ്ടത്. രാവിലത്തെ അത്ര ഉണർവ് വരത്തില്ല, എന്നാലും നിയോഗത്തിൽ പറയാൻ വചനം പഠിക്കണം കേട്ടോ. രക്ഷിക്കപ്പെടാനല്ല സ്നാനപ്പെടേണ്ടത്, രക്ഷിക്കപ്പെട്ടവരെയാണ്. കേട്ടോ, സ്വോത്രം കുളൂറിയൊക്കെ പോയി. അതാ പറഞ്ഞത്. കൊലോസി സഭയ്ക്ക് കൈയടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ശരിക്കും കർത്താവിൽ അകന്നു പോകുന്ന പറയുമ്പോൾ സ്വോത്രമൊക്കെ പോയി. അല്ലയ്യ സ്വോത്രം അല്ലയ്യ. രക്ഷിക്കപ്പെടാനല്ല സ്നാനപ്പെടേണ്ടത്, രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തേണ്ടത്. ഒന്ന് ഉറക്കെ പറ. രക്ഷിക്കപ്പെടാനല്ല സ്നാനപ്പെടേണ്ടത്, രക്ഷിക്കപ്പെട്ടവരെയാണ്. അങ്ങനെ രക്ഷിക്കപ്പെടാൻ ആരെങ്കിലും സ്നാനപ്പെട്ടെങ്കിൽ ഉണ്ടോ രംഗത്ത്? ജോയ്കുട്ടി പാസ്റ്റർ ഞാൻ ബഹുമാനിക്കുന്ന അദ്ദേഹം ശരിക്കും വചനം പറയുന്ന ആളാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് സഭ. സഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. സഭ ആരുടേതാ? സഭ ആരുടേതാ? ഒക്കെ പറഞ്ഞു, ബാക്കിരിക്കുന്നവരൊക്കെ പറഞ്ഞു. സഭ ആരുടേതാ? യേശുവിൻ്റെതാണ് സഭ. സഭയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് പ്രവാചകന്മാരല്ല, പുരോഹിതന്മാരല്ല, രാജാക്കന്മാരല്ല, ദൂതന്മാരല്ല. പഴയ നിയമത്തിൽ മറഞ്ഞിരുന്നതും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു ലോകത്തിന് വെളിപ്പെടുത്തതുമാണ് സഭ. ഫിലിപ്പിന്റെ കൈസരിയിലൂടെ യേശു കടന്നു പോകുകയാ. റോമന്റെ പ്രവശ്യയാണ്. ഫിലിപ്പിന്റെ കൈസരിയിലൂടെ യേശു കടന്നു പോകുമ്പോൾ ഒരു ചെറിയ പർവ്വതത്തിന്റെ ചരിവാണത്. 4 മൈൽ ഒരു താഴ്വാരം കഴിഞ്ഞ് അങ്ങേ ഒരു താഴ്വാരം കഴിഞ്ഞ് 4 മൈൽ ദൂരെ ഒരു പർവ്വതമുണ്ട്. പർവ്വതത്തിന് മുകളിൽ റോമൻ സാമ്രാജ്യാധിപനായ അന്തിപ്പാസിനെ ആരാധിക്കണമെന്ന് കൽപ്പനയുണ്ട്. ഒരു 12 അടി പ്രതിമ നിൽക്കുന്നുണ്ട്. കർത്താവ് ഫിലിപ്പിന്റെ കൈസർ കടന്നു പോകുമ്പോൾ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും കർത്താവ് നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. സഭയെ പണിയുന്നത് കർത്താവ്. ഏത് സാമ്രാജ്യങ്ങൾ, ഏത് ആഭിചാരങ്ങൾ, ഏത് ഭരണകൂടങ്ങൾ, ഏത് ശക്തികൾ എഴുന്നേറ്റാലും സഭ പണിയപ്പെടും, സഭ വളരപ്പെടും, സഭ തഴയ്ക്കപ്പെടും, സഭ ഉയരപ്പെടും. വിശ്വാസമുള്ളവർ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. സഭ കർത്താവിന്റെ ആയതുകൊണ്ട് അന്ന് ഭൂമി സഭയുള്ളത്. ഹലോ, കർത്താവിന്റെ യേശുവിൻ്റെതായതുകൊണ്ട് സഭ ഇന്ന് ഭൂമിയിൽ ഉള്ളത്. ഈ സഭയിൽ ഒരാളും കാണത്തില്ലെന്നും യേശുവിനെ വിശ്വസിക്കാൻ ഒരാളും കാണത്തില്ലെന്നും ബൈബിൾ ചവിട്ടുകൊറ്റയിൽ എറിയപ്പെടുമെന്നും പ്രസംഗിച്ചവരുണ്ട്, പ്രവർത്തിച്ചവരുണ്ട്, യുദ്ധം ചെയ്തവരുണ്ട്, കൊന്നൊടുക്കിയവരുണ്ട്, വലിച്ചെറിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ മണ്ണിന് മണ്ണായി വളത്തിന് വളമായി മാറിയപ്പോൾ ഇന്നും സഭയുള്ളത് ഇത് യേശുവിന്റെ സഭയായതുകൊണ്ട്. ഇത് യേശുവിന്റെ സഭയാ. യേശു രക്തം കൊടുത്ത് വാങ്ങിയ സഭയാ. ഇത് കർത്താവിന്റെ സഭയാ, ദൈവത്തിന്റെ സഭയാ. യേശുവിന്റെ സഭ പണിയപ്പെടും, യേശുവിന്റെ സഭ വളരപ്പെടും. യേശുവിന്റെ സഭയിൽ ആത്മാക്കൾ കൂടും. യേശുവിന്റെ സഭയിൽ ആത്മാക്കൾ കൂട്ടത്തോട് വരും. യേശുവിന്റെ സഭയിൽ ഒരു കൂട്ടം ജനം വളരപ്പെടും. ആമേൻ. കർത്താവിന്റെ സഭയായതുകൊണ്ടാണ് പീഡനത്തിൽ തോൽക്കാത്തത്. കർത്താവിന്റെ സഭയായതുകൊണ്ടാണ് പ്രതികൂലത്തിൽ തഴയ്ക്കുന്നത്.
ഇത് തഴയ്ക്കുന്ന സഭയാ, ഇത് വളരുന്ന സഭയാ, ഇത് പണിയപ്പെടുന്ന സഭയാ, ദൈവത്താൽ നയിക്കപ്പെടുന്ന സഭയാ. ഉറക്കെ വിളിച്ചു പറ, സഭ ദൈവം വളർത്തും. ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? സഭ വളരും, ആത്മാക്കൾ വിടുവിക്കപ്പെടും, ദൈവത്തിന്റെ സഭ തഴയ്ക്കപ്പെടും. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഒരു സാമ്രാജ്യത്തിനും ഒരു ശക്തിക്കും സഭയെ ജയിക്കാൻ പറ്റില്ല. നേതാവ് യേശുവ, ഗുരു യേശുവ, നയിക്കുന്നവൻ യേശുവ, നടത്തുന്നത് യേശുവ, നിയോഗിക്കുന്നത് യേശുവ. നിയോഗമുണ്ടെങ്കിൽ ആത്മാവിൽ പറ, മുമ്പേ കർത്താവുണ്ട്, പുറകെ ഞങ്ങളുണ്ട്. ആത്മമണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഓപ്പൺ ആകട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. വാക്ക് പറഞ്ഞിട്ട് മാറത്തൊരു കർത്താവ്. കാൽവരി മരിക്കുക മാത്രമല്ല, മുമ്പേ നയിക്കുന്നവൻ കർത്താവ്, കൂടെ നടക്കുന്നവൻ കർത്താവ്, തുറക്കുന്നത് കർത്താവ്, വിടുവിക്കുന്നവൻ കർത്താവ്, സഭയെ പണിയുന്നത് കർത്താവ്. ഇത് കർത്താവിന്റെ വേലയാ. ഇത് ഉങ്ക ഊഴിയം ദാനേൻ കലങ്ങണം കർത്താവിന്റെ വേല. നട്ട ദൈവമാണെങ്കിൽ പണിയുന്നത് ദൈവമാ. നട്ട ദൈവമാണെങ്കിൽ വളർത്തുന്ന ദൈവമാ. ഞങ്ങൾ വരും കെയർടേക്കേഴ്സാ. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? ആത്മാവിലൊരു സ്തോത്രം ചെയ്താട്ടെ. കർത്താവിൻ്റെ സഭ, കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണി. അത് മാത്രമല്ല, സഭയുടെ മുതൽ മുടക്കെന്താ? മനോഹരമായിരിക്കാൻ ഈ ഹോള് മനോഹരമാക്കിയ കത്തുദാസന് പ്രത്യേകം നന്ദി. വളരെ മനോഹരമായിരിക്കുന്നു, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എന്നാൽ സഭയുടെ മുതൽ മുടക്കെന്താ? രാവിലെ പറഞ്ഞു, സഭയുടെ മുതൽ മുടക്ക് കമ്പിയല്ല, സിമെന്റ് അല്ല, പോഡിയമല്ല, സിസ്റ്റമല്ല, മൈക്കല്ല. സഭയുടെ മുതൽ മുടക്ക് ഈ കാണുന്ന ഒന്നുമല്ല. സഭയുടെ മുതൽ മുടക്ക് യേശുവിൻ്റെ ചങ്കിലെ ചോരയാ. യേശുവിൻ്റെ ചങ്കിലെ ചോരയാ. യേശു കാൽവരി മരിച്ചത് കൊണ്ട് സഭയുണ്ടായത്. യേശു കാൽവരി മരിച്ചതാ സഭയുടെ വില. അതുകൊണ്ട് കർത്താവിൻ്റെതാണ് സഭ. കർത്താവിൻ്റെതാണ് സഭ. കർത്താവിൻ്റെതാണ് സഭ. ആമേൻ. ഈ സഭ ഒരു ശരീരമാണെന്നും, യൂണിവേഴ്സൽ ചർച്ച്, രക്ഷിക്കപ്പെട്ടവർ, മനുഷ്യജാതി എവിടെയെല്ലാം ഉണ്ടോ, മംഗോളിയ എന്നില്ല, സുഡാനി എന്നില്ല, നോർത്ത് ഈസ്റ്റ് എന്നില്ല, മലയാളി എന്നില്ല, മദ്രാസി എന്നില്ല, മനുഷ്യജാതി എവിടെയെല്ലാം ഉണ്ടോ, ഈ ലോകത്തിലെല്ലാം വൻകരയിലും രക്ഷിക്കപ്പെട്ടവർ ഉണ്ട്. അവർക്ക് സ്തോത്രം ചെയ്യാമോ? ആമേൻ. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവജനം, അതാണ് സഭ, അതാണ് യൂണിവേഴ്സൽ ചർച്ച്. ആ സഭ കർത്താവിൻ്റെ ശരീരമാണെന്നും, ആമേൻ, ആ സഭ ശരീരമാണെന്നും, ആ ശരീരമാകുന്ന സഭയ്ക്കൊരു തലയുണ്ടെന്നും അപ്പോസ്തലൻ പറയുകയാണ്, വചനം പഠിപ്പിക്കുക. ആ സഭ എന്താണ്? ശരീരം. കഴുത്തിന് താഴെ ഒന്നൊട്ടെ, അവരവരുടെ ശരീരത്തിൽ തൊടാവൂ. ഒന്നൊട്ടെ, ശരീരമാകുന്ന സഭ. തൊട്ട് പറ, ശരീരമാകുന്ന സഭ, ശരീരമാകുന്ന സഭ. ഈ സഭയ്ക്ക് ഒരു തലയുണ്ട്. തല ക്രിസ്തുവാണ്. അവർക്ക് പറഞ്ഞേ, തലയെ തൊട്ട് പറ, തല ക്രിസ്തുവ. നിയന്ത്രിക്കുന്ന, നിയോഗിക്കുന്ന, നടത്തുന്ന, നയിക്കുന്ന, മുൻപേ പോകുന്ന, എല്ലാം ചെയ്യുന്ന തലയാകുന്ന ക്രിസ്തു. ആമേൻ. അപ്പോസ്തലൻ പറയാ, തലയാകുന്ന ക്രിസ്തുവാണ് നിയന്ത്രിക്കുന്നത്. ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഭയമില്ലാത്തതെന്നറിയാമോ? ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആവേശമെന്നറിയാമോ? ഞങ്ങൾക്ക് എന്തുകൊണ്ട് ആരെയും അല്ല കർത്താവിൻ്റെ സരി നിൽക്കുമ്പോൾ, കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് ഈ ആഭിചാരകനെയും ശകുനവാദിയും ഈ ലോകത്തിലെ ഒന്നിനെയും പേടിയില്ലാത്തതുകൊണ്ടെന്നറിയാമോ? കാരണം കർത്താവ് മുമ്പേ ഉണ്ട്, കർത്താവ് കൂടെ ഉണ്ട്, കർത്താവ് നയിക്കാനുണ്ട്, കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള വലിയ ഉറപ്പാണ് ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്നത്. ആമേൻ. ഉറപ്പുള്ള എത്ര പേരുണ്ട്? അവർക്ക് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അപ്പോസ്തലൻ പറയുകയാണ്, വചനം പറയുകയാണ്, ഈ ശരീരമാകുന്ന സഭയ്ക്ക് ഒരു തലയുണ്ട്, അത് ക്രിസ്തുവാണ്. അപ്പോസ്തലൻ ചോദിക്കുകയാണ്, ഈ തലയില്ലെങ്കിൽ പിന്നെ നിന്നാത്തിന് കൊള്ളാം? കർത്താവില്ലെങ്കിൽ. അതാണ് ഈ ലേഖനത്തിന്റെ കോണ്ടസ്റ്റ്. തലയാകുന്ന ക്രിസ്തു, കർത്താവില്ലെങ്കിൽ പിന്നെ എന്നാത്തിന് കൊള്ളാം? തലയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇരിക്കും? മുഖത്ത് മുഖം ചോദിച്ചേ, തലയില്ലെങ്കിൽ എന്നാത്തിന് കൊള്ളാൻ ചോദിച്ചേ. ആ തലയില്ലാത്ത രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ണാടി നോക്കിയായിരുന്നല്ലോ ഒരാന്തരം, തല ഉണ്ടായിരുന്നല്ലോ, മിണ്ടുന്നില്ല. തല ഉണ്ടായിരുന്നോ? ആ തലയില്ലാത്ത രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. തല എന്താണ്? ക്രിസ്തു. തലയില്ലെങ്കിൽ പിന്നെ എന്നാത്തിന് കൊള്ളാൻ ചോദിച്ചേ. ഒരു പേടിയോളാ. തലയില്ലെങ്കിൽ എന്നാത്തിന് കൊള്ളാം ഒന്ന് ചോദിച്ചേ. എൻ്റെ പൊന്നു സഹോദര, അല്ലെ, പൗഡറൊക്കെ ഇട്ട് ചീകി മിനുക്കി ഈ ഒരു പരുവത്തിൽ വന്നിരിക്കുന്ന നമ്മുടെ തലയെ ഇല്ലെങ്കിൽ പിന്നെ എന്നാത്തിന് കൊള്ളാം? തലയില്ലാത്ത വെള്ളത്തിന് കൊള്ളാമോ? എവിട്ടായി ചീകുന്നേ? തലയിലെ വെള്ളത്തിന് കൊള്ളാമോ? തലയില്ലാത്ത ഈ ശരീരത്തെ നമ്മൾ എന്നാ വിളിക്കും?
ഉറക്കെ പറഞ്ഞു. ഞാൻ വിളിക്കത്തില്ല നിങ്ങളൊക്കെ പറഞ്ഞാൽ മതി. തലയില്ലാത്ത ശരീരത്തെ നമ്മൾ എന്നാ വിളിക്കും? തലയില്ലാത്ത ഈ ശരീരത്തെ നമ്മൾ എന്നാ വിളിക്കും? ഒന്ന് പറ സഹോദരി, പ്ലീസ് ഉറക്കം പറഞ്ഞു, സമയം കളയണ്ട. തലയില്ലാത്ത ഈ ശരീരത്തെ നമ്മൾ എന്ത് വിളിക്കും? ഈ കഴുത്തിന് താഴോട്ട് മാത്രമേ ഉള്ളൂ, തലയില്ലെങ്കിൽ എന്നാ വിളിക്കും? ഡെഡ് ബോഡി എന്ന് വിളിക്കും. എന്ത് വിളിക്കും? അല്ലേ? ശരിയല്ലേ? കർത്താവില്ലെങ്കിൽ ചലനമില്ല, കർത്താവില്ലെങ്കിൽ നിയോഗമില്ല, കർത്താവില്ലെങ്കിൽ നിയന്ത്രണമില്ല, കർത്താവില്ലെങ്കിൽ ഈ ശരീരത്തിന് ജീവനില്ല. ഇന്ന് രാത്രി സഭയെ ചലിപ്പിക്കുന്നത് അല്ലെ കർമ്മമല്ല, ആചാരമല്ല. സഭയെ ചലിപ്പിക്കുന്നത് പാരമ്പര്യമല്ല. സഭയെ ചലിപ്പിക്കുന്നത് ഈ ലോകത്തിലൊന്നുമല്ല. സഭയെ ചലിപ്പിക്കുന്നത് യേശുവാണ്. സഭയെ ചലിപ്പിക്കുന്നത് കർത്താവാണ്. കർത്താവുണ്ടെങ്കിൽ ജീവനുണ്ട്, സമൃദ്ധിയായ ജീവനുണ്ട്. കർത്താവുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, കർത്താവുണ്ടെങ്കിൽ ചലനമുണ്ട്. ആത്മാവിൽ പറഞ്ഞ യേശു ഉള്ളതാണ് ഭാഗ്യം. ആമേൻ. യേശു പറഞ്ഞു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിൽ വസിച്ചാൽ അധികം ഫലമുണ്ട്. കർത്താവ് പറഞ്ഞു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളും ആകുന്നു. അടുത്തത്, എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് തനിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കർത്താവില്ലാതെ ശരീരത്തിന് ചലനമില്ല, ജീവനില്ല, പച്ചപ്പില്ല, രസമില്ല. ആമേൻ. ഇന്ന് രാത്രി പറഞ്ഞ കർത്താവ് ഉള്ളതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം. ഇന്ന് രാത്രി യേശു ഇല്ലാതെ ജീവിക്കരുത്, യേശു ഉള്ളതാണ് ജീവിതത്തിൻ്റെ ഭാഗ്യം. ആമേൻ. അതുകൊണ്ട് തലയെ മുറുകെ പിടിക്കണം. ഉറക്കെ പറ, തലയെ മുറുകെ പിടിക്കണം. ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം, യേശുവിനെ മുറുകെ പിടിക്കണം. ആത്മാവിൽ പറ, യേശുവിനെ മുറുകെ പിടിക്കണം. അമ്മാമേ, കർത്താവിനെ മുറുകെ പിടിക്കണം. ചേച്ചി, കർത്താവിനെ മുറുകെ പിടിക്കണം. ചേട്ടാ, കർത്താവിനെ മുറുകെ പിടിക്കണം. സഹോദര, കർത്താവിനെ മുറുകെ പിടിക്കണം. ഒറ്റ ആയുസ്സേയുള്ളൂ, യേശുവിനെ മുറുകെ പിടിക്കണം. ഓൺലി വൺ ലൈഫ്. കർത്താവിനെ മുറുകെ പിടിക്കണം, കർത്താവിനെ മുറുകെ പിടിക്കണം, കർത്താവിനെ മുറുകെ പിടിക്കണം. യേശുവിനെ മുറുകെ പിടിക്കണം, യേശുവിനെ മുറുകെ പിടിക്കണം. ആമേൻ. അപ്പോസ്തലൻ പറയുന്നു, അടുത്ത പദം പറയാൻ സമയമില്ല, തലയായവൻ നല്ലു ശരീരം മുഴുവൻ സന്ധികളും ഞരമ്പുകളും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കും. ഒടുക്കത്തെ പത്തിൽ ചില കാര്യങ്ങൾ പറയട്ടെ. ദൈവികമായ വളർച്ച ഈ ലേഖനത്തിൻ്റെ കോൺടാസ്റ്റിൽ പറഞ്ഞാൽ യേശുവിൽ വളരുക എന്നർത്ഥമാണ്. യേശുവിൽ വളരുക. അവരൊക്കെ പറഞ്ഞേ, വളരുക, 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 വളരുക. ആത്മാവിൽ പറ, വളരുക, വളരുക. തളരുക എന്ന് പിശാച് പറയുമ്പോൾ കർത്താവ് വളരാൻ പറയുന്നു. ആമേൻ. തളരുക എന്നല്ല ഞാൻ പറഞ്ഞത്. അടുത്തിരിക്കുന്ന വട്ടമുള്ളവരൊക്കെ, ചുറ്റും നിൽക്കുന്നവരൊക്കെ, നാട്ടുകാരും വീട്ടുകാരും നിന്നെ നോക്കി, പിശാച് നിന്നെ നോക്കി തളരുക, 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 തളരുക എന്ന് പറയുമ്പോൾ കർത്താവ് നിന്നെ നോക്കി പറയുന്നു, വളരുക, 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 വളരുക. കർത്താവ് സഭയെ നോക്കി പറയുന്നു, വളരുക. ഓ, കർത്താവ് കുടുംബങ്ങളെ നോക്കി പറയുന്നു, വളരുക. കർത്താവ് ദേശത്തെ നോക്കി പറയുന്നു, വളരുക. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നെ നോക്കി പ്രവചിക്കുന്നു, വളരുക, വളരുക, വളരുക. ആത്മമണ്ഡലത്തിൽ വളർച്ച ഉണ്ടാകട്ടെ, ഭൗതിക മണ്ഡലത്തിൽ വളർച്ച ഉണ്ടാകട്ടെ, ശാരീരിക മണ്ഡലത്തിൽ വളർച്ച ഉണ്ടാകട്ടെ. ഇന്ന് രാത്രി എന്ന് പറഞ്ഞേ, ഒരു വളർച്ച ആവശ്യമാണ്. ഓ റാബല റഥല റഗദന. ഇന്ന് രാത്രി ഒരു വളർച്ചയുടെ, ഹല്ലേലൂയ, സ്തോത്രം, അസാധാരണമായ ഒരു വളർച്ചയുടെ സന്ദേശം ദൈവം നമ്മോട് പറയുമ്പോൾ വളരാനുള്ള നിയോഗം ഇന്ന് രാത്രി ഏറ്റെടുക്കണം. ആമേൻ. വളരുക, വളരുക, വളരുക. രക്ഷിക്കപ്പെട്ടവൻ തളരണമെന്ന് ലോകം പറഞ്ഞാൽ പരിശുദ്ധാത്മാവും കർത്താവും പറയും, ഇല്ല, ഞാൻ വളർത്തും, ഞാൻ വളർത്തും. ഇന്ന് രാത്രി സഭയെ നോക്കി ആത്മ പറയുന്നു, ഞാൻ വളർത്തും. കർത്താവ് ഇന്ന് രാത്രി കുടുംബങ്ങളെ നോക്കി പറയുന്നു, ഞാൻ വളർത്തും. വളർത്തുന്നൊരു ദൈവം, വളരുമാറാക്കുന്ന ഒരു ദൈവം, ഉദ്ധരിക്കുന്ന ഒരു ദൈവം, മുൻപോട്ട് നയിക്കുന്ന ഒരു ദൈവം, വളർച്ചയിലേക്ക് നയിക്കുന്ന ദൈവം. ഹോ രാമന റഥല രഗതന. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തളർത്തിക്കളയുന്ന പൈശാചിക മണ്ഡലങ്ങളെ, പുറകോട്ട് വലിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ മേഖലയിലും ഒരു വളർച്ച ജനത്തിന് ഉണ്ടാകട്ടെ. ഓ രാമന ശേന്ദേ റോസിയാന്തന. ഈ ദൂതിന്ന് രാത്രി ഏറ്റെടുത്ത് ഒരു വളർച്ച ദൈവത്തിന്റെ പൈതല്, അസാധാരണമായൊരു വളർച്ച ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുകയാ. ഒരാത്മമണ്ഡലം വളരട്ടെ, വിശ്വാസം വളരട്ടെ, പ്രാർത്ഥന വളരട്ടെ, അഭിഷേകം വളരട്ടെ, കൃപാവരം വളരട്ടെ, വിശുദ്ധി വളരട്ടെ, ആത്മസാന്നിധ്യം വളരട്ടെ, ദൈവസ്നേഹം വളരട്ടെ, ദൈവസഭ വളരട്ടെ. ഓ റാബല റഥല റഗദന ശിമാന. ഓ റീമാന ശേതേ റോറിയം ധന റഗദന. ഇന്ന് രാത്രി ഒരു വളർച്ചയുടെ സന്ദേശം പരിശുദ്ധാത്മാവ് കൈമാറുമ്പോൾ വളരാനായിട്ടൊരു നിയോഗം ഇന്ന് രാത്രി നാം ഏറ്റെടുക്കണം. ആമേൻ. ഹല്ലേലൂയ.
യേശു ക്രിസ്തുവിൽ വളരാനായിട്ട് നമുക്ക് കഴിയണം. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വളരണമെന്ന് ഒരൊറ്റ ആഗ്രഹം കർത്താവിനുള്ളൂ. ആമേൻ. പലരും പറയാറുണ്ട്, ഞാൻ മാത്രം എന്താ വളരാത്തത്? ആര് പറഞ്ഞു വളരുന്നില്ലെന്ന്? കർത്താവ് നമ്മെ വളർത്താൻ ആഗ്രഹിക്കുന്നു. ഉറക്കെന്ന് പറഞ്ഞേ, കർത്താവ് നമ്മെ വളർത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ വളർത്താൻ ആഗ്രഹിക്കുന്നു. ഉറക്കെ പറഞ്ഞേ, ഈ യോഗം വെച്ചതും അതിനു വേണ്ടിയ നമ്മുടെ വളർച്ചയാണ്. ഈ യോഗത്തിൻ്റെ പിന്നിലെ ഏക ആഗ്രഹം അല്ലെങ്കിൽ ദൈവവും ദൈവത്തിൻ്റെ വചനവും നമ്മുടെ വളർച്ചയെ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എന്ന് പറഞ്ഞേ, ഞാൻ താഴേക്ക് പോകണമെന്നും ഞാൻ തളരണമെന്നും ആര് വെല്ലുവിളിച്ചാലും ഇല്ല. കർത്താവ് എൻ്റെ കൂടെ ഉള്ള കാലത്തോളം, ദൈവം എൻ്റെ തലയായി നിൽക്കുന്ന കാലത്തോളം, ദൈവം എന്നെ മുന്നിൽ നയിക്കുന്ന കാലത്തോളം ഞാൻ ഒരിക്കലും തളരില്ല. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ചില തളർച്ചകൾ ജനത്തെ വലച്ചെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനെ ശാസിക്കുകയാ. ഒരു അസാധാരണ വളർച്ച ജനത്തിന്റെ മേൽ ദൈവം പകരട്ടെ, ഒരു വളർച്ച പകരട്ടെ. യേശുവിന്റെ നാമത്തിൽ വളർച്ചയുടെ ദിനരാത്രങ്ങളാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. വളരണം, വളരണം, വളരണം. ആമേൻ. ഇന്ന് രാത്രി മുതൽ പറഞ്ഞു തുടങ്ങണം, വളരണം, വളരണം, വളരണം. അടുത്ത കൈയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് പറ, ചേർത്ത് പിടിച്ച് പറ. ഒരു ചങ്ങല പോലെ ചേർത്ത് പിടിച്ച് പറ, ചേർത്ത് പിടിച്ച് പറ. മനസ്സൊരൈക്യമായി ചേർത്ത് പിടിച്ച് പറ. കൈയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു ചങ്ങല പോലെ ചെയിനായി നിന്ന് പറ, വളരണം, വളരണം എന്നുറക്കെ പറഞ്ഞേ. വളരണം, 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 വളരണം. ആത്മാവിൽ വളരണം. ഉറക്കപ്പുറ, ആത്മാവിൽ വളരണം. എൻ്റെ വിശ്വാസം വളരണം, എൻ്റെ പ്രാർത്ഥന വളരണം, എൻ്റെ മേലുള്ള അഭിഷേകം വളരണം, എൻ്റെ ശുശ്രൂഷ വളരണം, എൻ്റെ മേൽ ദൈവകൃപ വളരണം, കൃപാവരം വളരണം, ദൈവസ്നേഹം വളരണം, വിശുദ്ധി വളരണം. ഒരു വളർച്ച ആവശ്യമാണ്. ആമേൻ. രാത്രി ഇവിടുന്ന് പോകുമ്പോൾ പറഞ്ഞുകൊണ്ടേ പോകാവൂ, ഒരു വളർച്ച എനിക്ക് ആവശ്യമാണ്. വളരണം, വളരണം, വളരണം. ആമേൻ. ഈ ദിവസങ്ങളിൽ 20 ദിവസം കഴിയുമ്പോൾ സമസ്ത മേഖലയിലും ദൈവം നമ്മെ വളർത്തും. അവർക്ക് സ്തോത്രം ചെയ്യാമോ? ഒന്ന് പറഞ്ഞേ, സമസ്ത മേഖലയിലും ദൈവം എന്നെ തൊടും, ദൈവം എന്നെ വളർത്തും. ഒരു വളർച്ചയുടെ ദിനരാത്രങ്ങളാന്ന് ഉറപ്പിക്കാൻ എത്ര പേർ തയ്യാറാകും? വിശ്വാസത്തെ വിളിച്ചു പറ, ദൈവം എന്നെ വളർത്തും, ദൈവം എന്നെ വളർത്തും, ദൈവം എൻ്റെ തലമുറയെ വളർത്തും, ദൈവം എൻ്റെ കുടുംബത്തെ വളർത്തും, ദൈവം എൻ്റെ സഭയെ വളർത്തും, ദൈവം എൻ്റെ സമൂഹത്തെ വളർത്തും. ഉറക്കെ സ്തോത്രം ചെയ്ത് പറഞ്ഞ് ഇന്ന് രാത്രി വിളിച്ചു പറ, ഒരു വളർച്ചയുടെ ദിനരാത്രങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ തൊടുകയാ. എവിടെങ്കിലും വളർച്ച നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിനെ റീസ്റ്റോർ ചെയ്യുക, കർത്താവ് അതിനെ റീവൈവ് ചെയ്യുക, കർത്താവ് അതിനെ ഇന്ന് രാത്രി തൊടുകയാ. ഒരു വളർച്ച നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിൻ്റെ മേൽ മഴയും മാഞ്ഞയും അയച്ച് ഈ ദിവസങ്ങൾ ദൈവം അതിനെ വളർത്താൻ തുടങ്ങുകയാ. ഓ രാമന ശൈന്ദല രഗദന റിബന സാധരാധന നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഒരു വളർച്ചയും ഇല്ലെന്ന് സ്വയം വിധി പറയുന്ന ചിലതിൻ്റെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ തൊടുന്ന രാത്രിയ. എത്രയോ നാളുകളായി പ്രാർത്ഥിച്ചിട്ട് കരഞ്ഞിട്ട് നിലവിളിച്ചിട്ട് ഒരു വളർച്ചയും ഇല്ലെന്ന് ലോകം വിധി പറഞ്ഞതിൻ്റെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടുകയാ, പരിശുദ്ധാത്മ സ്പർശിക്കുകയാ. ഓ രാമന ചില പ്രാർത്ഥനകളുടെ മേൽ ദൈവം അഭിഷേകത്തിന്റെ ചലനമുണ്ടാക്കുകയാ. ഓ രാമന കരഞ്ഞ മാതാവേ, നിലവിളിച്ച ദൈവത്താലെ സഹോദര, ദൈവം നിന്നെ വളർത്താൻ ആരംഭിക്കുകയാ. നിന്റെ മേലുള്ള അഭിഷേകം ഇന്ന് രാത്രി ദൈവം തൊടുകയാ. ഓ രാമാന ശേന്തലോ റീമാന, ദൈവം ചില വളർച്ചയുടെ തലങ്ങൾ നിന്റെ വീട്ടിൽ ആരംഭിക്കുകയാ. നിന്റെ അല്ലെങ്കിൽ ഓ രാമാന ശേന്തരേ തന്നെ അതര നിന്റെ തന്നെ സഹോദരി ദൈവം നിന്നെ തൊടുന്ന രാത്രിയാ. ഓ രാമാന ശേന്തലോ റിയോന്തന, ഇന്ന് രാത്രി ദൈവം ചില വളർച്ചയുടെ തലങ്ങൾ ദൈവം തൊടുകയാ. ഓ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം. ഓ ഇതുവരെ എനിക്കൊരു വളർച്ച ഉണ്ടായില്ലെന്ന് സ്വയം വിധി പറയുന്നെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ വളർത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. നീ യേശുവിനെ വളരേണ്ടത്, നീ യേശുവിനെ വളരാൻ പോകുന്നത്. ദൈവം നിനക്ക് വേണ്ടി ചില വളർച്ചയുടെ തലങ്ങൾ തൊടും. വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിച്ച്, ഇന്ന് രാത്രി സ്വയം പ്രവചിച്ച് ദൈവത്തിനെ തൊടും, ദൈവത്തിനെ തൊടും, ദൈവത്തിനെ തൊടും. നിന്റെ കുടുംബത്തെ തൊടും, നിന്റെ തലമുറയെ തൊടും. ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി ചലിക്കും, ദൈവത്തിന്റെ ആത്മാവ് ചലിപ്പിക്കും. ദൈവം തൊടും.
പ്രവചനത്തിന്റെ ദൂതുകൾ ഇന്ന് രാത്രി ഏറ്റെടുത്തു. തലയിലൊന്നും കൈവെക്കേണ്ടതില്ല. പ്രവചന ദൂതുകൾ ദൈവത്തിനെ തൊടും. പ്രായം പോയെന്നും കാലം പോയെന്നും സമയം പോയെന്നും ജീവിതം തീർന്നെന്നും എൻ്റെ ആയുഷ് തീർന്നെന്നും സ്വയം വിധി പറയുന്ന ചിലതിന്റെ മേൽ പരിശുദ്ധാത്മ തൊടുകയാ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു വളർച്ചയുടെ വ്യാപാരം. മൂരടിച്ചു പോയെന്ന് പിശാച് പറയുമ്പോൾ, മൂരടിച്ചു പോയെന്ന് ലോകം പറയുമ്പോൾ, മൂരടിച്ചു പോയെന്ന് ശത്രു പറയുമ്പോൾ, ദൈവം പറയുന്നില്ല. ദൈവം തൊടും. ദൈവം അതിനെ വളർത്തുമാറാക്കും. ദൈവം വളരുമാറാക്കും. ദൈവം പണിയുമാറാക്കും. ദൈവം തഴയ്ക്കുമാറാക്കും. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. ആർക്കെങ്കിലും തലേക്ക് വെച്ച് പ്രാർത്ഥിച്ചോണം. നിയോഗമുള്ളവർക്ക് തലേക്ക് വെച്ച് പ്രാർത്ഥിക്കണം. ആത്മസാന്നിധ്യത്തിന്റെ വളർച്ചയുണ്ട്. ഇതിനകത്ത് ആത്മാവിൽ സ്വാതന്ത്ര്യമുണ്ട്. ആർക്കെങ്കിലും ദൈവദാസന്മാർക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ നിയോഗമുണ്ടെങ്കിൽ പോയി പ്രാർത്ഥിച്ചോണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരവിനകത്ത് ചലിക്കും. ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടും. ആത്മസാന്നിധ്യത്തിന് വളർച്ച ഉണ്ടാകും. അസാധാരണമായ ഒരു വളർച്ചയുടെ നാമ്പുകൾ ഇതിനകത്ത് പൊട്ടി പുറപ്പെടുകയാണ്. Antoriamdana Ramana Shete Adaradina Ramana Shandala Ragatana Shiba Rabala Reteredene Astoriamdana Rimana Seto നീ ഇതിനകത്ത് വെറുതെ വന്നു കയറുന്നില്ല കേട്ടോ. നിന്നെ പുറകോട്ട് ഉൾവലിക്കുന്നത്, നിന്നെ നിരാശപ്പെടുത്തുന്നത്, നിന്നെ വല്ലാതെ ക്ഷയിപ്പിച്ച് കളയുന്നത്, നിന്നെ പുറകോട്ട് തളർത്തി കളയുന്നത് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ പൊട്ടിച്ചു മാറ്റുകയാ. ദൈവദാസന്മാരായി ഞങ്ങൾ ഒന്നിച്ച് ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ചിലതിന്റെ മേൽ ശത്രു വെച്ച ചില അല്ലെങ്കിൽ വളർച്ചയില്ലായ്മയെ ആത്മാവിൽ പൊട്ടിച്ചു മാറ്റുകയാ. ആത്മീയ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. ഉടരിയാംതന റീമാന ശേഥേ ഓ റീമാന സോധാരാധന രഗദന ഉടരിയാംതന. ചില മേഖലയ്ക്കപ്പുറം വളരില്ലെന്ന് വാദിക്കുന്ന, ചില മേഖലയ്ക്കപ്പുറം ശാലിക തഴക്കത്തിലെന്ന് വാദിക്കുന്നതിനെ ഇന്ന് രാത്രി പൊട്ടിച്ചു മാറ്റി ഒരു സൈന്യമാക്കുന്നു, ഒരു ബഹു സൈന്യമാക്കുന്നു, ഒരു വളർച്ച ഉണ്ടാകുന്നു. ദൈവ പദ്ധതി വെളിപ്പെടുത്തുന്നു. Mana Sandala Ragadana Udariamtana Rimana Satha Ragadana O Rimana Rete Regadane വിശ്വസിക്ക സഹോദര, വിശ്വസിച്ച നീ തളർന്നെന്ന് ആരാ പറഞ്ഞത്? നീ തോറ്റെന്ന് ആരാ പറഞ്ഞത്? നീ ക്ഷയിച്ചെന്ന് ആരാ പറഞ്ഞത്? നീ പരാജയപ്പെട്ടെന്ന് ആരാ പറഞ്ഞത്? നീ ഇല്ലാതായി പോയെന്ന് ആരാ പറഞ്ഞത്? ദൈവത്തിനെ തൊടും. നീ കർത്താവിൽ വസിക്ക. നിന്നെ ദൈവം വളരുമാറാക്ക. Ramana Sandana Rathala Udariamtana Rabala Santara Udariamtana Rimana Sete Regadani Raba Shatala. ഇന്ന് രാത്രി വചനം വളരട്ടെ, വിശ്വാസം വളരട്ടെ, അഭിഷേകം വളരട്ടെ, പ്രാർത്ഥന വളരട്ടെ, ദൈവകൃപ വളരട്ടെ, കൃപാവരങ്ങൾ വളരട്ടെ, ആത്മമണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഓപ്പൺ ആകട്ടെ. ദൈവശക്തിയുടെ വളർച്ച സഭയ്ക്കകത്ത് വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങട്ടെ. അരാമന സന്ധല രഗദന റിമന രഥല രഗദന. ജീസസ് ആമേൻ. യേശുക്രിസ്തുവിൽ വളരുക, യേശുക്രിസ്തുവിൽ വളരുക. ഓ രാമന സൈന്ധല രഗദന. അസാധാരണമായി ചില വളർച്ചകൾ നമ്മിലൂടെ ദൈവം പ്രതീക്ഷിക്കുകയാണ്.
വേദപുസ്തക സംവിധാനത്തിൽ നാം ഒന്ന് വളർന്നാൽ നമ്മുടെ കുടുംബം വളരും. നമ്മുടെ കുടുംബം വളർന്നാൽ നമ്മുടെ സഭ വളരും. അവർക്കൊന്ന് സ്തോത്രം ചെയ്യാമോ? സഭ വളരണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ സ്തോത്രം ചെയ്താട്ടെ. ഈ പട്ടണത്തിൽ വലിയൊരു കൂട്ടത്തെ ദൈവം നമുക്ക് തരുമെന്ന് ഉറപ്പുള്ളവർ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ആമേൻ. സഭ വളരുന്നത് നമ്മിലൂടെയാണ്. നാം ഒന്ന് വളർന്നാൽ, ചങ്കോട് കഴിച്ചു പറ, ഞാനൊന്ന് വളർന്നാൽ എൻ്റെ കുടുംബം വളരും. എൻ്റെ കുടുംബം വളർന്നാൽ എൻ്റെ സഭ വളരും. ആമേൻ, ഹല്ലേലൂയ. ഞാനും നിങ്ങൾ വിശ്വാസത്തിൽ വളരണം, പ്രാർത്ഥനയിൽ വളരണം, അഭിഷേകത്തിൽ വളരണം, ആരാധനയിൽ വളരണം, ആത്മസാന്നിധ്യത്തിൽ വളരണം, വിശുദ്ധിയിലും ദൈവകൃപയിലും വളരണം. നാം ഒന്ന് വളരുമ്പോൾ ആ വളർച്ച നമ്മുടെ വീട്ടിലേക്ക് വ്യാപരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. വീട്ടിലേക്ക് വ്യാപരിച്ചാൽ അത് സഭയിലേക്ക് വ്യാപരിക്കും. അയൽക്കാരെ മുഴുവൻ കൂടോടെ പള്ളിയിലേക്ക് വരും. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? ആമേൻ. നമ്മുടെ അകത്തൊരു കൃപാവരത്തിന് വളർച്ചയുണ്ടായാൽ, ഇതിനകത്തൊരു കൃപാവരത്തിന് വളർച്ചയുള്ള സഹോദരൻ സഹോദരി ഉണ്ടെങ്കിൽ അവരിലൂടെ നിങ്ങളുടെ അയൽക്കാർ പള്ളിയിലേക്ക് കയറും. അതാ വളർച്ച. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? ആമേൻ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിൽ നാം ഒന്ന് വളരണം. ആമേൻ. നാം ഒന്ന് വളർന്നാൽ ആ വളർച്ച സഭയുടെ വളർച്ചയായി മാറണം. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതിയിൽ അങ്ങനെയാണ് വളരുക. സമയം പോകുന്നുകൊണ്ട് ഞാൻ ഈ സന്ദേശത്തിന് എവിടെയെങ്കിലുമൊക്കെ കുറച്ച് ഭാഗം ഒന്ന് പറഞ്ഞ് നിർത്തേണ്ടതുണ്ട്. സ്തോത്രം. അല്ലേ? യേശുക്രിസ്തുവിൽ വളരുക. എങ്ങനെയാണ് വളരുക? പുസ്തകത്തിൻ്റെ ഭാഷയിൽ വരങ്ങളാൽ നിറഞ്ഞും ഫലങ്ങളാൽ നിറഞ്ഞും. എങ്ങനെ വളരേണ്ടത്? ഉറക്കെ പറ. വരങ്ങളാൽ നിറഞ്ഞും, ആത്മാവിൻ്റെ വരങ്ങളാലും ആത്മാവിൻ്റെ ഫലങ്ങളാലും. എഴുതപ്പെട്ട വരങ്ങൾ ആത്മാവിൻ്റെ വരങ്ങളോ എന്ന് പറഞ്ഞ് എഴുതപ്പെട്ട എത്ര വരമുണ്ട്? ഉറക്കെ പറഞ്ഞോ? 9. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ് എഴുതപ്പെട്ട എത്രയുണ്ട്? അത് 9. സ്തോത്രം. ആമേൻ. ഈ ദിവസങ്ങളിൽ ഈ യോഗങ്ങൾ കൊണ്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ യേശുക്രിസ്തുവിലുള്ള വളർച്ചയാണെങ്കിൽ അതെങ്ങനെ വളരണം? വരങ്ങളാൽ നിറഞ്ഞും. ഉറക്കെ പറഞ്ഞേ. ഫലം മാത്രം പോരാ, വരം വേണം. വരം മാത്രം പോരാ, ഫലവും വേണം. ഓ, അതുകൂടെ ഒന്ന് പറഞ്ഞേ. വരങ്ങളാൽ നിറഞ്ഞും ഫലങ്ങളാൽ നിറഞ്ഞും. ഉറക്കെ പറഞ്ഞേ. വരങ്ങളാലും വളരണം, ഫലങ്ങളാലും വളരണം. ആമേൻ. എവിടം വരെ വളരണം? ക്രിസ്തു എന്ന തലയോളം. ക്രിസ്തു എന്ന തലയോളം നാം വളരണം. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് 2 മനുഷ്യനുണ്ട്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എത്ര മനുഷ്യനുണ്ട്? ഞങ്ങൾ പെട്ടെന്ന് മനസ്സിൽ പോയത് വീട്ടിലെ മനുഷ്യനും പള്ളിയിലെ മനുഷ്യനും അല്ലയോ? അതുണ്ടെന്ന് എനിക്കറിയാം. അതല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും രാത്രി പോകുന്നില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ, കോളേജ് ചെല്ലുമ്പോൾ, സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു മനുഷ്യനും, പള്ളി വരുമ്പോൾ ഒരു മനുഷ്യനും. അതല്ല, അത് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ ഉണ്ടെന്ന്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. സ്തോത്രം. ഞാനിവിടെ പറയുന്നത് രക്ഷിക്കപ്പെട്ട 2 മനുഷ്യൻ. ഒന്ന് ആത്മ മനുഷ്യൻ, 2 ജഡ മനുഷ്യൻ. ഒന്ന് ഇന്നർ മാൻ, 2 ഔട്ടർ മാൻ. അകത്തെ മനുഷ്യൻ എന്ന് വചനം പറയുന്നു. അകത്തെ മനുഷ്യൻ, പുറമെയുള്ള മനുഷ്യൻ. അകത്തെ മനുഷ്യൻ, ആത്മ മനുഷ്യൻ, അവിടെയാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. അവിടെയാണ് വചനം ഇടപെടുന്നത്. അവിടെയാണ് വീണ്ടും ജന്മം നടക്കേണ്ടത്. അവിടെയാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ സംസർഗവും ദൈവത്തിൻ്റെ സംസാരവും ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുന്നത്. അകത്തെ മനുഷ്യനില്ല. കാണപ്പെടുന്ന മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യൻ, വിസിബിൾ മാൻ. നിങ്ങൾക്ക് എന്നെ കാണാം അല്ലേ? മുടിയൊക്കെ നരച്ച് കഷണ്ടി പിടിച്ച് ഒരു വൃദ്ധനായ പടുകളവൻ ഇവിടെ നിൽക്കുന്നു. ശരിയല്ലേ? നിങ്ങൾ എന്നെ കാണുന്നില്ലേ? കാണപ്പെടുന്നൊരു മനുഷ്യൻ മിണ്ടുന്നില്ല അല്ലേ? കാണപ്പെടുന്നൊരു മനുഷ്യനുണ്ട്. ഈ മനുഷ്യൻ വളരും. കാണപ്പെടുന്ന മനുഷ്യൻ വളരും, മിണ്ടുന്നില്ല, വളരും. എത്ര വയസ്സ് വരെ വളരും? എത്ര ആഹാരം കഴിച്ചാലും 21 വയസ്സ് വരെ വളരും. നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ അല്ലേ? എത്ര ആഹാരം, എന്നും KFC കഴിച്ചാലും അസുഖം വരും. വേറെ വഴിയൊന്നുമില്ല. പക്ഷേ എന്നും KFC കഴിച്ചാലും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എത്ര കഴിച്ചാലും ഈ പുറമേയുള്ള മനുഷ്യൻ 21 വയസ്സ് വരെ വളരും. പിന്നെ കൈക്ക് നീളം വെക്കത്തില്ല, കാലിന് നീളം വെക്കത്തില്ല, മുകളിലോട്ട് നീളം വെക്കത്തില്ല. നമ്മുടെ ഈ വളർച്ച എത്ര വയസ്സ് നിൽക്കും? 21 വയസ്സിലേ നിൽക്കും. പിന്നെ വളരാൻ വേണ്ടി ആഹാരം കഴിച്ചാൽ വളരത്തില്ല, വളയത്തേ ഉള്ളൂ. പിടികിട്ടിയോ? അതാണ് എൻ്റെ രീതി. എന്നാൽ അകത്തൊരു മനുഷ്യനുണ്ട്, ആത്മമനുഷ്യൻ. മനസ്സിലായോ? അകത്തൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ വളർച്ച അതിന് കാലമില്ല, അതിന് സമയമില്ല,
അതിന് സാഹചര്യമില്ല. നമ്മുടെ ആത്മാവ് ക്രിസ്തുവിൽ മറയുന്നത് വരെ, ക്രിസ്തുവിൽ മറയുന്നത് വരെ ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും വളരാനായിട്ട് പറ്റും. എല്ലാവർക്കും വളരാൻ പറ്റും. കാലവും സമയവും സാഹചര്യങ്ങൾക്കപ്പുറം ഏത് പ്രായത്തിലും അകത്തെ മനുഷ്യൻ വളർന്നുകൊണ്ടിരിക്കും. ആമേൻ. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? സമയകാല സംവിധാനങ്ങൾക്കപ്പുറം, സാഹചര്യങ്ങൾക്കപ്പുറം മരണം വരെ ആത്മമനുഷ്യൻ വളരും. ക്രിസ്തുവിൽ മറയുന്നത് വരെ, ക്രിസ്തുവിൽ എടുക്കപ്പെടുന്നത് വരെ അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ വളരും. പുറമേ ഉള്ള മനുഷ്യൻ നാൾ ക്ഷയിച്ചാലും അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ വളരും. ഉറക്കെ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. അതുകൊണ്ട് ഭക്തന്മാരും വിശുദ്ധന്മാരും പറയുന്നത്, പുറമെയുള്ള മനുഷ്യന് രോഗമുണ്ടെങ്കിലും സങ്കടമുണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും ഭാരമുണ്ടെങ്കിലും എൻ്റെ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചിട്ടില്ല. എൻ്റെ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചിട്ടില്ല. ഉറക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി എന്ന് പറഞ്ഞ് എൻ്റെ അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചിട്ടില്ല. ഒരു സങ്കടത്തിനും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു രോഗത്തിനും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു ഭാരത്തിനും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു പ്രതികൂലത്തിനും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. ഒരു പ്രതിസന്ധിക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം പുറമെയുള്ള മനുഷ്യനെ ക്ഷയിച്ചിട്ടുള്ളൂ. അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കും. ഉറപ്പുള്ളവർ ആത്മാവിൽ എന്ന് പറഞ്ഞേ, അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുകയാ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അകത്തെ മനുഷ്യനാണ് യേശു ക്രിസ്തുവിൽ വളരുക എന്ന് പറയുന്നത്. അതിന് പ്രായമോ സമയമോ സാഹചര്യങ്ങളോ ഒന്നുമില്ല. ഒത്തിരി കാര്യങ്ങളോട് പറയാനുണ്ട്. എങ്കിലും ഞാൻ ആ ഭാഗം ഒന്ന് വിടട്ടെ. സ്തോത്രം. അകത്തെ മനുഷ്യൻ വളരണം. എനിക്ക് യേശു ക്രിസ്തുവിൽ ഒന്ന് വളരണമെന്ന് ആഗ്രഹമുള്ള കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ആമേൻ. ഉറക്കെന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. എങ്ങനെയാ ക്രിസ്തുവിൽ വളരുക? ഈ കൊലോസ് ലേഖനത്തിൽ 15 പദപ്രയോഗങ്ങളിലൂടെ, വാക്യങ്ങളിലൂടെ എങ്ങനെ യേശുവിൽ വളരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ യേശുവിൽ വളരണം? 6-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. 2:6 മുതൽ 2:6 മുതൽ 2:6 മുതൽ ഒന്ന് വായിച്ചേ. ആ ആ എങ്ങനെയാണ് ഒരാൾ ക്രിസ്തുവിൽ വളരുക? ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ. ഒന്നാമത്തെ പദപ്രയോഗം ക്രിസ്തുവിൽ വളരുന്നത് ഒന്ന് യേശുവിനെ കൈക്കൊള്ളുക എന്നുള്ളതാണ്. അതിൻ്റെ ശരിയായ അർത്ഥം യേശുവിൽ ജനിക്കുക എന്നുള്ളതാണ്. യേശുവിൽ ജനിക്കുക. ജനിക്കാത്ത ഒരു കുഞ്ഞും വളരില്ല. ശരിയല്ലേ? ശരിയല്ലേ? ആദ്യം വളരണമെങ്കിൽ ആദ്യം എന്ത് വേണം? ജനിക്കണം. ഉറക്കെ പറഞ്ഞേ, ജനിക്കണം. ഒന്നുറക്കെ പറഞ്ഞേ. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് 9 മാസവും 9 ദിവസവും 9 നാഴികയും 9 വിനാഴികയും വളരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് ആ കുഞ്ഞ് പുറത്തേക്ക് വരും. ആ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ? നമ്മളൊക്കെ പുറത്തേക്ക് വന്ന ആ ദിവസം, അതാണ് ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ? ജനിച്ച ദിവസം. ജനിച്ചത് കൊണ്ടാണ് നമ്മൾ ഇത്രയും വളർന്നത്. ശരിയല്ലേ? ജനിച്ചത് കൊണ്ടല്ലേ വളർന്നത്? ജനിക്കാത്ത ഒരു കുഞ്ഞും വളർന്നിട്ടില്ല. നമ്മൾ പലപ്പോഴും ജനിച്ച കാലങ്ങളെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. അമ്മയോട് ചോദിക്കണം, ഞാൻ ജനിച്ചപ്പോൾ എത്ര കിലോ ഉണ്ടായിരുന്നു എന്നൊന്ന് ചോദിക്കണം. ജനിച്ചപ്പോൾ എത്ര കിലോ ഉണ്ടായിരുന്നു? ചിലരൊക്കെ 1 കിലോ 800 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. ചിലർ 2 കിലോ 400 ഗ്രാമോ ഉണ്ടായിരുന്നു. സ്തോത്രം. മനസ്സിലായോ? ഇപ്പോൾ 2 കാലിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പാൻറ്റ് ഒരു ഉടുപ്പും ഒക്കെ ഇട്ട് കയ്യിൽ വലിയ ഫോണും എടുത്ത് 18 വയസ്സും 19 വയസ്സും ആകും അമ്മയുടെ മുഖത്തൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് എന്നെ അറിയാൻ തള്ളേ? നിങ്ങൾക്ക് എന്നെ അറിയാം? ഉണർവ് പോകരുത് കേട്ടോ, കേട്ടോ. നീ എത്ര കിലോ ഉണ്ടായിരുന്നു നിനക്കറിയാം? അമ്മയോടെ ചോദിക്കണം, നീ ജനിക്കുമ്പോൾ നിനക്ക് എത്ര കിലോ ഉണ്ടായിരുന്നു? നിന്നെ ഇങ്ങനെ വളർത്തിയെടുക്കാൻ അവർ പെട്ട പാടുകളും നോക്കണം. നീ ജനിച്ച എന്ന് മുതൽ നിന്നെ കൊണ്ട് നടന്നും വളർത്തി വലുതാക്കി, വാസപ്പാർത്ഥം ഇതുകൊണ്ട് കേട്ടോ, വളർത്തി വലുതാക്കി നിന്നെ ഈ 2 കാലിൽ നിൽക്കുന്ന ലെവലിൽ എത്തിച്ചപ്പോൾ 18 വയസ്സായപ്പോൾ തള്ളയുടെ മുഖത്ത് ചോദിക്കുക, നിങ്ങൾക്ക് എന്നെ അറിയാൻ തള്ളേ? സ്തോത്രം. നിനക്കെന്നെ അറിയാം, നിനക്കെന്നെ അറിയാം. ഈ കരിക്കുന്ന ഫോണിനകത്തുള്ള ടെക്നോളജി എല്ലാം നിനക്കൊല്ലം അറിയാമോ? സ്തോത്രം. നീ പറമ്പ് കണ്ടിട്ടുണ്ടോ? നീ കൂന്താലി കണ്ടിട്ടുണ്ടോ? നീ മമ്മട്ടി കണ്ടിട്ടുണ്ടോ? നിനക്ക് കൈക്കോട്ടെന്തെന്നറിയാമോ? മിണ്ടുന്നില്ല. നിനക്ക് ജീവിതം എന്തെന്നറിയാമോ?
നിൻ്റെ അപ്പൻ്റെ വിയർപ്പ് നിനക്കറിയാമോ? നിൻ്റെ അപ്പൻ്റെ വരുമാനം നിനക്കറിയാമോ? നിൻ്റെ വീട്ടിലെ വരുമാനം നിനക്കറിയാമോ? നിന്റെ വീട്ടിലെ വരുമാനം, ഉപവാസപ്രാർത്ഥനയ്ക്ക് ഇതും വേണം കേട്ടോ. നിന്റെ വീട്ടിൽ നീ കഴിക്കുന്ന ആഹാരം എവിടുന്ന് ഉണ്ടായതാ? നീ ഇട്ടിരിക്കുന്ന വസ്ത്രം നിനക്ക് എവിടുന്ന് കിട്ടിയതാ? എവിടുത്തെ വരുമാനമാണ് നീ ജീവിക്കുന്നത്? നീ നിൻ്റെ അപ്പൻ്റെ നേരെ വിരൽ ചൂണ്ടി 2 കാലിൽ നിന്ന് 10-20 വയസ്സുമായി ഒരു ബൈക്കും കിട്ടി, ഒരു ഫോണും കിട്ടി, ഇതിലെ കൂടെ ഇങ്ങനെ കറങ്ങിച്ചെത്തി നടക്കുമ്പോൾ അപ്പൻ്റെ നേരെ ഞെളിഞ്ഞു നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാം മനുഷ്യൻ ചോദിക്കുമ്പോൾ അങ്ങേര് കഷ്ടപ്പെട്ട വിയർപ്പിൻ്റെ വിലയാ നീ എന്ന് മനസ്സിലാക്കണം. ജനിച്ച കാലങ്ങളെക്കുറിച്ചൊന്ന് ഓർക്കണം. മനസ്സിലായോ? മാതാപിതാക്കളെ സ്നേഹിക്കണം, മാതാപിതാക്കളെ അറിയണം, ഭൂമിയിലെ മാതാപിതാക്കളെ മനസ്സിലാക്കണം. ആമേൻ. മനസ്സിലായോ? കയ്യടിയും പാട്ടും ഗ്ലോറിയും ഗിറ്റാറും പാട്ടും സ്വത്രവും ഒക്കെ നല്ലതാ. പക്ഷെ ആദ്യം അപ്പനെ അമ്മയെന്ന് മനസ്സിലാക്കണം. നിന്റെ വീടിൻ്റെ സ്ഥിതി ഒന്ന് മനസ്സിലാക്കണം കേട്ടോ. ലോകത്തിൽ ഇതിനകത്തുകൊണ്ട് കേട്ടോ. ഓരോ സ്വത്രം പറഞ്ഞാട്ടെ. വല്ല ഗ്ലോറിയും സ്വത്രം പോയി. അമ്മച്ചമാരെങ്കിലും സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്വത്രം. ജനിച്ചപ്പോൾ എത്ര കിലോ ഉണ്ടായിരുന്നു അമ്മയോടെ ചോദിക്കണം. മനസ്സിലായോ? അത് പറഞ്ഞു കഴിയുമ്പോൾ 30 വയസ്സാണെങ്കിലും കെട്ടിപ്പിടിച്ച് അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കണം കേട്ടോ. അവരുള്ള കാലത്തായി അമ്മയെന്ന് വിളിക്കാൻ പറ്റൂ. ഉറക്കുന്ന സ്വത്രം ചെയ്താട്ടെ കേട്ടോ. ഹല്ലേലൂയ. ഉള്ള സ്വത്രം ഒക്കെ പോയി. ഗ്ലോറി സ്വത്രം. ഹല്ലേലൂയ. സ്വത്രം. എഴുന്നേറ്റ് 2 കോസറായും പാൻറ്റും ഒക്കെ ഇടാൻ പറ്റി. ഇച്ചിരി വയറും കാലും കണ്ണും ഒക്കെ ആയി. മുഖത്തൊക്കെ ഇച്ചിരി തേച്ച് മിനുക്കി വൃത്തിയാക്കി. കയ്യിൽ ഇണ്ടാസ് പോലൊരു വലിയൊരു ഫോണും കയ്യിലെടുത്ത്, ഒരു ബൈക്കും കയ്യിലെടുത്ത്, പിന്നെ എന്താ ഒത്തിരി കൂട്ടുകാരൊക്കെ തള്ളയുടെ മുഖത്തൊക്കെ വെച്ച് നിങ്ങൾ എന്നെ അറിയാൻ തള്ളേ? ആൺപിള്ളേർ ചോദിക്കുന്നതിനേക്കാൾ പെൺപിള്ളേരെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. പാസ്റ്ററെ ഇതുകൂടെ യോഗത്തിൽ പറയണം. ഇതൊന്നും ഗുണം പിടിച്ചേ പറ്റൂ പാസ്റ്ററെ. വെറുതെ കൈയടിച്ച് വിടർന്ന് പോയിട്ടൊന്നും കാര്യമില്ല പാസ്റ്ററെ. ഗ്ലോറി. വചനം ഇനി കിടക്കുക, പറയേണ്ടതാ. സ്വത്രം. ഇത് യോഗം വന്നുകൊണ്ടൊക്കെ പറഞ്ഞതാ. സ്വത്രം. ആദ്യം അമ്മയുടെ അപ്പൻ്റെ നേരെ നിന്ന് വിരൽ ചൂണ്ടാൻ നിന്നെ ആക്കി വെച്ചത് നിൻ്റെ അപ്പനും അമ്മയാണെന്ന് മനസ്സിലാക്കണം. ജനിച്ച എത്ര കിലോ ഉണ്ടായിരുന്ന അപ്പനോട് അമ്മയോടൊന്ന് ചോദിക്കണം. ഉറക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മാതാപിതാക്കളെ മറക്കരുത്. ഒന്ന് പറഞ്ഞേ, മാതാപിതാക്കളെ മറക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇനി വിഷയത്തിലേക്ക് വരാം. അപ്പോസ്തലൻ പറഞ്ഞ് എങ്ങനെ ക്രിസ്തുവിൽ വളരുക? ആദ്യം ജനിക്കുക. അവർക്ക് പറഞ്ഞ ആദ്യം ജനിക്കുക. അതിന് വേദപുസ്തകം പറയുന്നത് വീണ്ടും ജനിക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിക്കോദീമോസ് 5 ക്വാളിറ്റി. പള്ളിയിൽ ഭക്തനായിരുന്നു, ഒരു യോഗം മുടക്കില്ല, ദാനധർമ്മം ചെയ്യുന്നവൻ, ചാരിറ്റി ചെയ്യുന്നവനായിരുന്നു, കിട്ടുന്നതിനെല്ലാം പതാരം ദശാംശം കൊടുക്കുന്നവനായിരുന്നു. മനസ്സിലായോ? ഭക്തനായിരുന്നു, ഒരു യോഗം മുടക്കില്ല, പള്ളിയിൽ പ്രധാനിയായിരുന്നു, നല്ല ആക്റ്റീവായ വിശ്വാസിയായിരുന്നു. കർത്താവ് ചോദിച്ചു, ദൈവരാജ്യത്തിൽ കടക്കാൻ ഞാൻ എന്നാ ചെയ്യണം? കർത്താവ് പറഞ്ഞു, വീണ്ടും ജനിക്കണം. ഇനി ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കണോ? അല്ല, വെള്ളത്താലും ആത്മാവിനും ജനിക്കണം. വെള്ളം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇങ്ങനെ ദ വേർഡ്, ദൈവത്തിൻ്റെ വചനത്താലും ആത്മാവിനാലും ജനിക്കണം. ആമേൻ. വീണ്ടും ജനിക്കുന്ന ഒരാൾക്ക് മാത്രമേ യേശുക്രിസ്തുവിൽ വളരാൻ പറ്റൂ. അവർക്ക് സ്തോത്രം ചെയ്യാമോ? വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തി വരുന്നതല്ല. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ കൺവെൻഷൻ കൂട്ടത്തിന് പോകുന്നതല്ല. വീണ്ടും ജനിക്കെന്ന് പറഞ്ഞാൽ ഉപവാസപ്രാർത്ഥനയിൽ പങ്കെടുക്കുകയല്ല. പുതിയ സൃഷ്ടിയാകുന്നതാണ് വീണ്ടും ജനിക്കുക. സ്തോത്രം പോയി. ഹല്ലേലൂയ. ക്രിസ്തുവിൽ വളരണ്ടേ? വളരണ്ടേ? മിണ്ടുന്നില്ല. വളരണ്ടേ? വളരാൻ ആഗ്രഹമുള്ള സ്തോത്രം ചെയ്തേ. കൈ കുറച്ചേ ഉള്ളൂ. സ്തോത്രം. വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം വീണ്ടും ജനിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആക്കുന്നു. പഴയത് കഴിഞ്ഞു പോയി, ഇതാ സകലത്തിലും പുതുക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും ജന്മാനുഭവത്തിലേക്കാണ് രക്ഷിക്കപ്പെട്ട് അന്ന് മുതൽ പുതിയ ജീവിതത്തിൽ ഒരു പുതിയ മനുഷ്യനായി കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പുതിയൊരാളായി മാറുന്ന അനുഭവം. അതാണ് വീണ്ടും ജന്മം. ആമേൻ. വചനത്താൽ ജനിക്കണം, ആത്മാവിനാൽ ജനിക്കണം. അങ്ങനെ ജനിച്ച ഒരാൾക്കേ വളരാൻ പറ്റൂ. ലളിതമായി പറഞ്ഞാൽ ശരിക്കും മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ വളരാൻ പറ്റൂ. ഉള്ള സ്വത്രമൊക്കെ പോയി. ഹല്ലേലൂയ. ശരിക്കും പെന്തിക്കോസുകാരനാകണം, ശരിക്കും വിശ്വാസിയാകണം, ശരിക്കും വീണ്ടും ജനിക്കണം, ശരിക്കും മാനസാന്തരപ്പെടണം, ശരിക്കും ദൈവമകനാകണം, എങ്കിലേ വളരാൻ പറ്റൂ. കണ്ടോ?
അല്ല ഉള്ള നേരത്തെയുള്ള കൈയടി സ്വത്രം ഉണർവൊക്കെ പോയി. ഹല്ലേലൂയ. അങ്ങനെ അങ്ങ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും നിങ്ങൾ ഇത്രയും പേര് വന്നല്ലോ, നിങ്ങളോട് 10 കാര്യം പറയാതെ വിടുന്നത് എങ്ങനെ? അതുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ആരെങ്കിലും ഈ കോൺടസ്റ്റിൽ നിന്ന് 10 കാര്യം പറയാതെ വിടുന്നത് എങ്ങനെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വീണ്ടും ജനിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ജനിക്കണം, ഒരു പക്ക വിശ്വാസിയാകണം. അല്ലെ, അവിടെ ചെല്ലുമ്പോൾ തല അവിടെ വാലിവിടെ, ഇവിടെ തല ഇവിടെ അവിടെ വാലിവിടെ, ഇത് കാണിക്കുന്നതല്ല വിശ്വാസി. ഒന്നുകിൽ നീ വിശ്വാസി, അല്ലെങ്കിൽ നീ അവിശ്വാസി, ഒന്നുകിൽ നീ ദൈവ പൈതൽ, അല്ലെങ്കിൽ ലോക മനുഷ്യൻ. വ്യത്യാസം ഉണ്ടാകണം. ദൈവത്തിന്റെ പൈതലായി വീണ്ടും ജനിക്കുന്ന ഒരാൾക്ക് മാത്രമേ യേശുക്രിസ്തുവിൽ വളരാൻ പറ്റൂ. ആമേൻ, ഹല്ലേലൂയ. ക്രിസ്തുവിൽ വളരണമെങ്കിൽ, നിങ്ങൾക്കൊരു വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വീണ്ടും ജന അനുഭവത്തിലേക്ക് വരണം. ആമേൻ, ഹല്ലേലൂയ. ലളിതമായിട്ടങ്ങ് പറയാം, ഇത് തുടർന്നുള്ള ദിവസങ്ങളിൽ കേൾക്കാൻ പോവുക. എല്ലായിടത്തും ഈ വിടുതലിന് വേണ്ടി ഓടി നടക്കാതെ നിങ്ങളൊരു വീണ്ടും ജന അനുഭവത്തിലേക്ക് നിങ്ങൾ വന്നാൽ, അന്ന് മുതൽ നിങ്ങളുടെ കർത്താവ് നിങ്ങളുടെ കാര്യങ്ങളെ ഏറ്റെടുക്കും. ഉറക്ക സ്തോത്രം. രാവിലെ ഞാൻ പറഞ്ഞാൽ, അന്ന് മുതൽ നമ്മളെക്കുറിച്ചുള്ള ഉത്തരവാദിത്വം പദ്ധതിയൊക്കെ പിന്നെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ഉറക്ക സ്തോത്രം ചെയ്യാമോ? അതുകൊണ്ട് വീണ്ടും ജനിക്കണം. ഞാൻ അപ്പം വിടട്ടെ, എങ്ങനെ ക്രിസ്തുവിൽ വളരാം? 1, ജനിക്കുക. 2, അവിടെ വായിക്കുന്നു, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. കൂട്ടായ്മ നടക്കണമെന്ന് മലയാളത്തിൽ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് വായിക്കുന്നത് വാക്ക് വിത്ത് ഗോഡ്, യേശുവിനോട് കൂടെ നടക്കുക. അവർക്ക് പറഞ്ഞേ, യേശുവിൽ ജനിച്ചാൽ, യേശുവിനോട് കൂടെ നടന്നാൽ യേശുവിൽ വളരാം. അപ്പം അതൊന്ന് ചേർന്ന് പറഞ്ഞേ, യേശുവിൽ ജനിച്ച് യേശുവിനോട് കൂടെ നടന്നാൽ യേശുവിൽ വളരാം. ഇതാണ് ഈ സന്ദേശം തലക്കെട്ട് എന്ന് പറയുന്നത്. ഇവിടെയാണ് സന്ദേശം ആരംഭിക്കുന്നത്. ഇനിയാണ് പ്രസംഗം ആരംഭിക്കുക. ഇതുവരെ ആമുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അങ്ങോട്ട് സന്ദേശം പറയണം. അതിനുള്ള തീരാൻ പോകുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം പഠിക്കണം എന്ന് ഞാൻ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കത്തുദാസന്മാർ കുറേശ്ശൊക്കെ പറയും, അത് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിൽ ജനിച്ച് യേശുവിനോട് കൂടെ നടന്നാൽ യേശുവിൽ വളരാം. ആമേൻ. യേശുവിൽ ജനിച്ചവൻ യേശുവിൽ വളരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യേശുവിനോടൊപ്പം നടക്കണം. അവൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റാൻ അവനൊരു മാതൃക വെച്ചു പോയി. അനുഗമിക്കാൻ കൊള്ളാകുന്ന, പിൻഗമിക്കാൻ കൊള്ളാകുന്ന, അനുധാപനം ചെയ്യാൻ കൊള്ളാകുന്ന, ഫോളോ ചെയ്യാൻ കൊള്ളാകുന്ന, പിന്തുടരുവാൻ കൊള്ളാകുന്ന, കണ്ടുപഠിക്കാൻ കൊള്ളാകുന്ന ഒരേ ഒരു ഗുരു, ഒരേ ഒരു നേതാവ്, ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു കർത്താവ്, അത് നാം ആരാധിക്കുന്ന യേശുവാണ്. ഇന്ന് രാത്രി എത്ര പേര് പറയും, കാലം കണ്ട, ചരിത്രം കണ്ട, ലോകം കണ്ട ഏറ്റവും വലിയ മാതൃകാ പുരുഷൻ നമ്മുടെ കർത്താവാണ്. മാതൃകാ പുരുഷൻ യേശുവാണ്. ആമേൻ. അനുഗമിക്കാൻ കൊള്ളാകുന്ന ഒരേ ഒരു കർത്താവ് യേശുക്രിസ്തുവാണ്. അനുഗമിക്കാനും പിൻഗമിക്കാനും ഈ തലമുറയാക്കണം. അവൻ്റെ കാൽച്ചുവടുകളെ അനുഗമിക്കണം. യേശുവിൽ വളരണമെങ്കിൽ യേശുവോടൊപ്പം നടക്കണം. ആമേൻ. യേശുവോടൊപ്പം എങ്ങനെയാണ് നടക്കുക? യേശുവോടൊപ്പം എങ്ങനെ നടക്കുക? അതിനൊരു 3-4 തലങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. 1, അപ്പൻ മകൻ ബന്ധം എന്ന പോലെ. ഒരു രക്ഷിക്കപ്പെട്ടാൽ അവൻ ദൈവത്തിൻ്റെ മകൻ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. രക്ഷിക്കപ്പെട്ടവൻ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ അപ്പാ പിതാവെ വിളിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ നൽകിയ ഒരേ ഒരു വിശ്വാസത്തിലെ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ പറ്റൂ. അത് നമ്മുടെ കർത്താവിനെയാ. നമ്മുടെ കർത്താവ് നമ്മുടെ പിതാവാണ്. ആമേൻ. അപ്പാ പിതാവ് എന്ന് വിളിക്കാൻ, സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കാൻ പറ്റുന്നെങ്കിൽ യേശു നമ്മുടെ അപ്പനാണ്. ആമേൻ. ഇന്ന് രാത്രി പറഞ്ഞ്, എനിക്കൊരപ്പനുണ്ട്. ഉറക്കെ പറഞ്ഞേ, എനിക്കൊരപ്പനുണ്ട്. എൻ്റെ അപ്പൻ എന്നെ നന്നായിട്ട് അറിയുന്ന അപ്പനാ, എൻ്റെ വേദന അറിയുന്ന അപ്പനാ, എൻ്റെ കൈ പിടിച്ച അപ്പനാ. ആ അപ്പൻ്റെ കൂടെ നല്ല മകനായി നടക്കണം. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? എങ്ങനെ യേശുവിനെ അനുഗമിക്കുന്നത്? നല്ല അപ്പൻ്റെ പിന്നാലെ നല്ല മകനായി അനുഗമിക്കണം. ഉറക്കെ സ്തോത്രം ചെയ്താട്ടെ. നല്ല അപ്പൻ്റെ പിന്നാലെ മകനായി കൂടെ നടക്കണം. ആമേൻ. അല്ലിയ 2 അല്ലിയ സ്തോത്രം. അല്ലിയ നല്ല ഇടയൻ്റെ പിന്നാലെ നല്ല ആടുകളായി അനുഗമിക്കണം. ആമേൻ. നല്ല ഇടയൻ്റെ പിന്നാലെ ആടുകളായി അനുഗമിക്കണം. എങ്ങനെ യേശു അനുഗമിക്കുന്നത്? നല്ല ഇടയൻ, ഒരേ ഒരു ഇടയൻ. ഞാൻ നല്ലിടയനാകുന്നു, നല്ലിടയൻ ആടുകൾക്ക് തൻ്റെ ജീവനെ കൊടുക്കുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു. ഉറക്കെ പറഞ്ഞേ, കർത്താവ് എൻ്റെ ഇടയനാ. ഒന്ന് ചങ്കൊടുക്ക വെച്ച് പറ, കർത്താവ് എൻ്റെ ഇടയനാ. ഉറക്കെന്ന് പറഞ്ഞേ, കർത്താവ് എൻ്റെ ഇടയനാ. ആ ഇടയൻ്റെ പിന്നാലെ ആടുകളായി, ശ്രേഷ്ഠ ഇടയൻ, നല്ല ഇടയൻ. ആ ഇടയൻ്റെ പിന്നാലെ നല്ല അജഗണങ്ങളായി യേശുവിനെ അനുഗമിക്കണം. ആമേൻ.
ഹല്ലേലൂയ. ഉറക്കത് സ്തോത്രം ചെയ്താട്ടെ. നല്ല ആടുകളായി അനുഗമിക്കണം. ആമേൻ. നമുക്കറിയാം യഹൂദന്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ സന്ദേശം, വേദപുസ്തക സന്ദേശങ്ങളൊക്കെ അങ്ങനെയാണ് സ്തോത്രം കൂടുതലും ഉള്ളത്. യഹൂദന്റെ പശ്ചാത്തലത്തിൽ അവരുടെ കുലത്തൊഴിലായിരുന്നു ഇടയൻ എന്ന് പറയുന്നത്. സ്തോത്രം. അല്ലയ, ഇടയൻ മുമ്പേ പോകും, ആടുകൾ പിറകെ പോകും. ഇടയൻ മുമ്പേ പോകും, ആടുകൾ പിറകെ പോകും. എന്നാൽ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ അങ്ങനെയല്ല. ആടുകൾ മുമ്പേ പോകും, ഇടയൻ തമിഴ്നാട്ടിൽ ചെന്നാൽ മതി. ആടുകൾ മുമ്പേ ഇങ്ങനെ പോകും, ഇടയൻ, മനസ്സിലായോ, ഇങ്ങനെ പുറകെ ഒരു കമ്പ് പിടിച്ച് ഹൊയ് ഹൊയ് അടിച്ച്. ഇന്ന് ഉപവാസപ്രാർത്ഥനയാണേ വരണേ, കണ്ടോ, ഇടയൻ പുറകെ നടക്കുക. ആദ്യം ഫ്ലെക്സ് വിട്ടു, പിന്നെ മെസ്സേജ് വിട്ടു, പിന്നെ കോളിങ് വിട്ടു, പിന്നെ റിമൈൻഡ് അയച്ചു. മനസ്സിലായോ? ഇങ്ങനെ ഇടയൻ പുറകെ നടക്കുക. ഉപവാസപ്രാർത്ഥനയാണേ വരണേ വരണേ വരണേ. ഒത്തിരി വിളി വന്നിട്ടല്ലേ ഇത്രയും ഫ്ലെക്സുകളും ഇത്രയും നോട്ടീസുകളും എല്ലാം കവലയ്ക്കൊട്ടിച്ച് നിങ്ങളെല്ലാം വിളിച്ചിട്ട് ഇത്രയും പേരിൽ വന്ന്. കണ്ടോ, ഇടയൻ പുറകെ നടക്കുക, പുറകെ വരണേ വരണേ വരണേ. കണ്ടോ, അങ്ങനെയല്ല. നല്ല ഇടയൻ്റെ പിന്നാലെ നല്ല ആടുകളാ യേശുവിനെ അനുഗമിക്കണം. ഉറക്കന്നെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കരവും ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നല്ല മകനായി നല്ല അപ്പൻ്റെ പിന്നാലെ, നല്ല ആടുകളായി നല്ല ഇടയൻ്റെ പിന്നാലെ, നല്ല യജമാനൻ്റെ പിന്നാലെ നല്ല ദാസനായി. ദാസൻ എന്ന് പറയുമ്പോൾ ഡൂലോസ് എന്ന പദമാണ്. സ്വയം അടിമയാക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് ശരീരത്തിലുള്ളവൻ, യേശുവിൻ്റെ ചൂടടയാളം ശരീരത്തിൽ വഹിക്കുന്നവൻ. ആമേൻ. യേശുവിൻ്റെ നല്ല ദാസനായി അല്ലെങ്കിൽ നല്ല യജമാനൻ്റെ പിന്നാലെ അനുഗമിക്കുന്നവനാകണം. എങ്ങനെ അനുഗമിക്കുന്നത്? അല്ലെങ്കിൽ സ്വോത്രവേദ അല്ലെങ്കിൽ അടിമത്തം അല്ലെങ്കിൽ ദാസ് അല്ലെങ്കിൽ ഡൂലോസ് എന്ന പദം ആഴമുള്ള പദമാണ്. ഒരടിമയെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വില കൊടുത്തു വാങ്ങി ഒരു യജമാൻ്റെ വീട്ടിൽ വന്നു. 7 വർഷം കഴിയുമ്പോൾ ആ ദാസനോട് യജമാനൻ പറയും, നിനക്കൊരു വേറെ യജമാനൻ്റെ ദാസനാകാം, നിനക്കൊരു വേറെ യജമാനെ നിനക്ക് സേവിക്കാം, എൻ്റെ ഈ അടിമത്തത്തിൽ നിനക്ക് പോകാം, നിനക്ക് ഓപ്പൺ മാർക്കറ്റിലേക്ക് പോകാം. അപ്പോൾ അടിമ പറയും, ഇല്ല യജമാനെ, നിൻ്റെ കൂടെ വന്നിട്ടാ എനിക്കിന്നുള്ളതൊക്കെ ഉണ്ടായത്, ഞാൻ എന്നും നിന്റെ അടിമയായിരിക്കും. 50 വർഷമാകുമ്പോൾ, ജൂബിലി ഇയർ ആകുമ്പോൾ, 50-ാം വർഷം ആ ദാസനെ അടുത്ത് വിളിച്ചിട്ട് യജമാനൻ പറയും, കഴിഞ്ഞ 50 വർഷം നീ എന്നെ സേവിച്ചു, നിനക്ക് സ്വതന്ത്രനാകാം. ഇനി നിന്നെ ആരും വിലയ്ക്ക് വാങ്ങുന്നില്ല, നീ സ്വതന്ത്രനായി നിനക്ക് ആരുടെയും അടിമയാകേണ്ടതില്ല, നിനക്ക് പോകാം. ജൂബിലി ഇയർ എന്ന് പറഞ്ഞാൽ ഒരു ദാസന്റെ, ഡൂലോസിന്റെ, ഒരടിമയുടെ സ്വാതന്ത്ര്യത്തിന്റെ വർഷമാണ്. അപ്പോൾ ആ അടിമ പറയും, ഇല്ല യജമാനെ, കഴിഞ്ഞ 50 വർഷം നിന്റെ നല്ല ദാസനായി സേവിച്ചു, എനിക്കൊരു ദോഷവും വന്നിട്ടില്ല, എൻ്റെ ആയുസിൻ്റെ നാളെല്ലാം ഞാൻ നിന്നെ സേവിക്കുമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആലയത്തിൽ കൊണ്ടുപോയി അവൻ്റെ കാത് തുളയ്ക്കും, ഈ സൂചി കൊണ്ട് കാത് തുളച്ചിട്ട് അല്ലെങ്കിൽ അവനെ എന്നും ഒരു യജമാന്റെ ദാസനാക്കി നിർത്തുമ്പോൾ അല്ലെങ്കിൽ അവൻ ഒരു നല്ല ഡൂലോസ് ആകുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ആമേൻ. എങ്ങനെ യേശുവിനെ അനുഗമിക്കേണ്ടത്? നല്ല മകനായി, നല്ല അപ്പൻ്റെ കൂടെ, നല്ല അല്ലെങ്കിൽ ആടുകളായി നല്ല ഇടയൻ്റെ കൂടെ, നല്ല ഡൂലോസായി, നല്ല ദാസനായി, നല്ല യജമാന്റെ കൂടെ യേശുവിനെ അനുഗമിക്കാൻ ഈ തലമുറയിൽ എത്ര പേരുണ്ട്? ഹോ രാമന ശന്തല രഗദന റിമന. യേശുവിൻ്റെ കൂടെ ഒരു പൊട്ടനെ പോലെ നടന്നാൽ നീ ക്രിസ്തുവിൽ വളർന്നുകൊണ്ടേയിരിക്കും. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? ആരും കളിയാക്കട്ടെ, ആരും ഒറ്റപ്പെടുത്തട്ടെ, ആരും നമ്മെ അല്ലെങ്കിൽ പലതും പറയട്ടെ, നീ യേശുവിൻ്റെ കൂടെ നടക്ക്, നീ വളരുകയാ. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ, സ്തോത്രം. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നീ നടക്കുന്നത് വെറുതെയല്ല, നടക്കുന്നത് ഈ ദൈവത്തിൻ്റെ കൂടെയാ. നടക്കുന്നത് പരാജയമല്ല, നടക്കുന്നത് വിജയമാ. യേശുവോട് നടക്കുന്നത് വിജയമാ, നന്മയാ. നീ വളരുകയാ. ആമേൻ. ഒരു പദം പറഞ്ഞ് ഞാൻ വാക്കുകൾ നിർത്താം. കർത്താവിൻ്റെ കൂടെ നടക്കണമെങ്കിൽ ഈസിയായ ഒരു കാര്യമല്ല. കർത്താവ് എല്ലാ ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവാണ്. കർത്താവിനോട് നടക്കണമെങ്കിൽ കർത്താവുമായിട്ട് നല്ല ബന്ധം നമുക്കുണ്ടാകണം. കർത്താവുമായിട്ട് നല്ല ബന്ധം. ജിബിൻ പാസ്റ്റർ കൂടെ ഞാൻ 2 കിലോമീറ്റർ നടക്കണമെങ്കിൽ, മുട്ടിയിരുന്ന് നടക്കണമെങ്കിൽ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ടാകണം. ജിബിൻ പാസ്റ്റർ കൂടെ ഞാൻ പുറകെ ചെന്നിങ്ങനെ മുട്ടി നടക്കുന്നുണ്ട്. ജിബിൻ പാസ്റ്റർ കുറേ നേരം നോക്കുമ്പോൾ എനിക്കാണെന്ന് വലിയ ഒരു പരിചയമില്ലെങ്കിൽ ചോദിക്കും, നീ ആരാ? ഹു അറിയൂ? നീ എന്തിനാ എൻ്റെ കൂടെ നടക്കുന്നേ? ചോദിക്കത്തില്ലേ? സ്തോത്രം. കർത്താവിൻ്റെ കൂടെ നടക്കണമെങ്കിൽ കർത്താവുമായിട്ട് പേഴ്സണൽ ബന്ധമുണ്ടാകണം, കർത്താവുമായിട്ട് നല്ല സ്നേഹമുണ്ടാകണം,
കർത്താവുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകണം, ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാകണം. ആമേൻ. കർത്താവ് നടക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം കർത്താവുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകണം. ഇന്ന് രാത്രി അത് പറഞ്ഞു വൈൻഡപ്പ് ചെയ്യാൻ എനിക്ക് നിയോഗമുള്ളത്. യേശു ക്രിസ്തുവുമായിട്ട് എനിക്കൊരു നല്ല ബന്ധമുണ്ടാകണം. ആമേൻ. കർത്താവുമായിട്ട് ആഴമേറിയൊരു സ്നേഹം എനിക്കുണ്ടാകണം. ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ കൂടെ നടക്കാനായിട്ട് പറ്റൂ. ഇന്ന് രാത്രി എത്ര പേര് പറയും, കർത്താവ് എനിക്ക് അങ്ങുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ്. കർത്താവുമായിട്ടുള്ള ബന്ധം സ്ട്രോങ് ആക്കണം. ഉറക്കുന്ന സ്തോത്രം ചെയ്യാമോ? ഇന്ന് രാത്രി എത്ര പേര് പറയും, കർത്താവേ എനിക്ക് അങ്ങുമായിട്ട് നല്ല ബന്ധമുണ്ട്, എനിക്ക് അങ്ങുമായിട്ട് നല്ല സ്നേഹമുണ്ട്, അങ്ങുമായിട്ട് ആഴമേറിയൊരു ബന്ധമുണ്ട്, ഒരിക്കലും പിരിയാത്തൊരു ബന്ധമുണ്ട്, ഒരിക്കലും മാറാത്തൊരു ബന്ധമുണ്ട്, ഒരിക്കലും പിൻപിരിയാത്തൊരു ബന്ധമുണ്ട്. യേശുവിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ എത്ര പേരുണ്ട് ഈ തലമുറയിൽ? യേശുവിനെ മുറുകെ പിടിച്ച് കർത്താവിൽ ക്രൈസ്റ്റിൻ പെർഫെക്റ്റ്, ക്രിസ്തുവിൽ തികഞ്ഞവനായി വരണം. ആമേൻ. കർത്താവിന് നടക്കണമെങ്കിൽ കർത്താവുമായിട്ട് നല്ല ബന്ധം വേണം. ഹല്ലേലൂയ. കർത്താവുമായിട്ട് നല്ല ബന്ധം വേണം, സ്നേഹം വേണം. ക്രിസ്തുവിൽ നാം വസിക്കുന്നവരാകണം. ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ പിരിയാതിരിക്കുക എന്നുള്ളതാ. സ്തോത്രം. ഹല്ലേലൂയ. മീനോൺ എന്നൊരു പദമാണ് ഗ്രീക്കിലുള്ളത്. അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൽ താമസിക്കുക എന്നുള്ളതാ, ക്രിസ്തുവിൽ വസിക്കുക എന്നുള്ളതാ, ക്രിസ്തുവിൽ പിരിയാതിരിക്കുക എന്നുള്ളതാ. ആമേൻ. ഞാനിത് രാത്രി പറയട്ടെ, ക്രിസ്തുവിൽ വളരണമെങ്കിൽ ക്രിസ്തുവുമായിട്ട് നല്ല ബന്ധം വേണം. ഉറക്കുന്ന സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ ഭാര്യയേക്കാൾ, എൻ്റെ വീടിനേക്കാൾ, എൻ്റെ ജോലിയേക്കാൾ, എൻ്റെ വസ്തുവകളേക്കാൾ, എൻ്റെ ലാഭങ്ങളെക്കാൾ, എൻ്റെ സകലത്തെക്കാളും എനിക്ക് യേശുവിനെ ഇഷ്ടമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ നിന്ന് പറഞ്ഞ്, ഐ ലവ് യു ജീസസ് മോർ ദാൻ എനിത്തിങ്. ഉലകത്തിലെ സകലത്തേക്കാൾ അപ്പുറം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. ആമേൻ. ഒന്നാമത്തെ രാത്രി ഈ സന്ദേശം വൈൻഡപ്പ് ചെയ്യുമ്പോൾ നാം പറഞ്ഞു നിർത്തേണ്ടത്, ഓ ലോർഡ് ഐ ലവ് യു ജീസസ്. ഇന്ന് രാത്രി ഇത് പറഞ്ഞ് നമ്മളിടുന്ന് പോകാൻ, ക്രിസ്തുവിൽ വളരണമെങ്കിൽ ക്രിസ്തുവുമായിട്ട് നല്ല ബന്ധം വേണം. ആമേൻ. കർത്താവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ, സ്തോത്രം, കർത്താവിൻ്റെ കൂടെ നടക്കേണ്ടത് അല്ലെ ഗുരുശിഷ്യ ബന്ധത്തിലൂടെയാണ്. 4 കാര്യം ഞാൻ പറഞ്ഞില്ല, 3 പറഞ്ഞുള്ളൂ. കർത്താവിൻ്റെ കൂടെ നടക്കുന്നത് ഗുരുശിഷ്യ ബന്ധത്തിലൂടെയാണ്. നല്ല ഗുരുവിൻ്റെ പിന്നാലെ നല്ല ശിഷ്യനായി നടക്കണം. ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞ 10 പ്രഖ്യാപനമുണ്ട്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. കർത്താവ് പറഞ്ഞു, കർത്താവേ കർത്താവേ വിളിക്കുന്ന ദേവനുമല്ല, എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്ത ശേഷം ശിഷ്യന്മാരായി മാറും. കർത്താവ് പറഞ്ഞു, അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, വസ്തുക്കളേക്കാൾ അധികം എന്നെ സ്നേഹിക്കാത്ത ഒരാൾക്കും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയയില്ല. കർത്താവ് പറയുകയാണ്, ആരാണ് നല്ല ശിഷ്യനാകുക? ആരാണ് നല്ല മകനാകുക? ആരാണ് നല്ല ആടുകളാകുക? ആരാണ് നല്ല ഡൂലോസ് ആകുക? ആർക്കാണ് ക്രിസ്തു വളരാൻ പറ്റുക? അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, മക്കളേക്കാൾ, വസ്തുക്കളേക്കാൾ അധികം അല്ലെ എന്നെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ശിഷ്യനായിരിക്കാൻ കഴിയയില്ല. എന്താ എൻ്റെ അർത്ഥം? അപ്പനെ വേണ്ടെന്നാണോ? അല്ല. ഭാര്യ വേണ്ടെന്നാണോ? ഭർത്താവ് വേണ്ടെന്നാണോ? മക്കൾ വേണ്ട? എൻ്റെ അർത്ഥം അതല്ല. എൻ്റെ അമ്മ എന്നെ സെമിത്തേരിയിൽ വിട്ട് പിരിയും. സെമിത്തേരി കൊണ്ട് പിരിയുന്ന സ്നേഹമേ ഈ ഭൂമിയിൽ എനിക്കുള്ളൂ. മരണത്താൽ പിരിയുന്ന ബന്ധമേ ഈ ഭൂമിയിൽ എനിക്കുള്ളൂ. കണ്ടുപിരിയുന്നതേ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ നേടിയതെല്ലാം വിട്ടുപിരിയും, ഞാൻ കണ്ടതെല്ലാം വിട്ടുപിരിയും. എൻ്റെ അപ്പൻ സെമിത്തേരിയിൽ നിന്ന് വിട്ടുപിരിയും, എൻ്റെ അമ്മ സെമിത്തേരിയിൽ നിന്ന് വിട്ടുപിരിയും. ഭാര്യ മാറ തടിച്ചലച്ച് കരഞ്ഞ് സെമിത്തേരിയിൽ നിന്ന് വീട്ടിലേക്ക് പോകും. ഭർത്താവ് സെമിത്തേരിയിൽ നിന്ന് മണ്ണിട്ട് വീട്ടിലേക്ക് പോകും. മക്കൾ സെമിത്തേരിയിൽ വിട്ടുപിരിയും. എൻ്റെ വീട് സെമിത്തേരിക്കപ്പുറം വരികയില്ല. എൻ്റെ ജോലി സെമിത്തേരിക്കപ്പുറം വരത്തില്ല. എൻ്റെ കാറ് സെമിത്തേരിക്കപ്പുറം വരത്തില്ല. എൻ്റെ സമ്പാദ്യം സെമിത്തേരിക്കപ്പുറം വരത്തില്ല. എന്നാൽ മരണത്താൽ മാറാത്തൊരു ബന്ധമുണ്ട്. മരിച്ചാലും പിരിയാത്തൊരു ബന്ധമുണ്ട്. മരിച്ചാലും തീരാത്തൊരു ബന്ധമുണ്ട്. മരിച്ചാലും പിരിയാത്തൊരു ബന്ധമുണ്ട്. മരണത്താൽ മാറാത്ത ബന്ധം അത് യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. ഉറപ്പുള്ള എത്ര പേരുണ്ട്? മരിച്ചാലും സെമിത്തേരിക്കപ്പുറം, ശവക്കോട്ടയ്ക്കപ്പുറം, കല്ലറകൾക്കപ്പുറം പിരിയാത്തൊരേ ഒരു ബന്ധം. ഓ റമന സന്തല രഗദന റിമന അധോറിയാം തന റിമന സതല രഗദന ഓ സിയാം തന രഗദന. മരിച്ചാലും കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടോ കുഞ്ഞെ? ഈ ഭൂമിയിൽ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഒരൊറ്റയാളേ ഉള്ളൂ.
കൂരിരുണ്ട താഴ്വരകൾ വരുമ്പോൾ, മരണതയുടെ താഴ്വരകൾ വരുമ്പോൾ, ഹല്ലേലൂയ, മരിച്ചാലും എൻ്റെ കൂടെ വരാൻ ഒരാളെ ഞാൻ ഭൂമിയിൽ കണ്ടെത്തി. അത് സാക്ഷാൽ ഈശോ മശിഹയ. ആ ബന്ധം ദൃഢമാണ്. ഇത് പിരിയ ബന്ധമാണിത്. ഇത് പിരിയ ബന്ധമാണിത്. ഇത് പിരിയ ബന്ധമാണിത്. ഒരാഴ്ചയല്ല കേട്ടോ, ഒരു മാസമല്ല കേട്ടോ, ഒരു വർഷമല്ല കേട്ടോ, എൻ്റെ പ്രായം തീരുന്നതല്ല കേട്ടോ. യുഗായുഗം, കോടാനുകോടി വർഷം പിരിയാത്തൊരു ബന്ധം എനിക്കുണ്ട്. ആ യേശുവുമായിട്ടുള്ള നല്ല ബന്ധം ഉള്ള ഒരാൾക്ക് മാത്രമേ ക്രിസ്തുവിൽ വളരാൻ പറ്റൂ. ആമേൻ. മരണമെത്തുന്ന നേരത്തൊക്കെ ആരെങ്കിലും അരികിൽ ഉണ്ടാകണമെന്ന് നമ്മുടെ ആഗ്രഹമാണ്. പക്ഷെ കോഡ് വന്നപ്പോൾ നമ്മൾ പഠിപ്പിച്ചൊരു കാര്യം, മരിക്കുമ്പോൾ ഓടി കാണാൻ പോലും പ്രിയപ്പെട്ടവർ വരാൻ സാധ്യതയില്ല. പക്ഷേ മരിച്ചാലും മാറാത്തൊരു ബന്ധമുണ്ട് കേട്ടോ. അത് കർത്താവാണ്. അത് കർത്താവാണ്. ഓ രാമന ശാന്തന റഗതന. എൻ്റെ കാലവും എൻ്റെ ആയുസ്സും എവിടെ തീരുന്നു അവിടെ കൊണ്ട് തീർന്നാലും യേശു എന്നെ പിരിയില്ല. ഉറക്കെ സ്തോത്രം ചെയ്യാമോ? യേശു എന്നെ പിരിയില്ല. യേശു എന്നെ വിട്ടുമാറില്ല. ആ സ്നേഹം ഇന്ന് രാത്രി ദൃഢമാക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുന്നതാർ കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നും ഈ സ്നേഹത്തിൽ വേർപിരിക്കുവാൻ സാധ്യമല്ല. മരിച്ചാൽ മാറാത്തൊരു ബന്ധമുണ്ട്. അപ്പോസ്തലനായ പത്രോസിനോട് യേശു ചോദിക്കുന്ന ചോദ്യം, അല്ലെങ്കിൽ നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇന്ന് രാത്രി എത്ര പേര് പറയും, കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അതരെന്തുറന്ന് ആത്മാവെ വിളിച്ചു പറഞ്ഞേ, ഐ ലവ് യു ജീസസ് മോർ ദാൻ എനിത്തിങ്. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നവരൊക്കെ എഴുന്നേറ്റ്. ഓ രാമന ശാന്തലാറകതന. രാത്രി ഇത് പറഞ്ഞ് ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ എത്ര പേര് പറയും, ഞാൻ കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നു? എല്ലാ കണ്ണുകളും, എവരിബഡി ക്ലോസ് യുവർ ഐസ്. എല്ലാ കണ്ണും അടച്ചാട്ടെ, കണ്ണുകളൊക്കെ നടച്ചാട്ടെ, ചങ്കോട് കൈയൊന്ന് ചേർത്ത് വെച്ചാട്ടെ. ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക്. കർത്താവിനെ ഞാൻ അനുഗമിക്കുന്നു. യേശു ക്രിസ്തു വളരണമെങ്കിൽ യേശുവിൽ ജനിച്ച പോരാ, യേശുവിനോട് കൂടെ നടക്കണം. ഇന്ന് രാത്രി യേശു നടക്കേണ്ടത് എങ്ങനെയാ? ഒരു മകനെ പോലെ, ഒരു ആടിനെ പോലെ, ഒരു സ്തോത്രം ശിഷ്യനെ പോലെ, ഒരു ഹല്ലേലൂയ ദാസനെ പോലെ യേശുവോടൊപ്പം നടന്നാൽ യേശുവിൽ വളരാം. യേശുവോടൊപ്പം നടക്കണമെങ്കിൽ യേശുവുമായിട്ട് നല്ല ബന്ധം വേണം കേട്ടോ. ഇന്ന് രാത്രി യേശുവോടൊന്ന് പറഞ്ഞ്, വാ തുറന്ന്, ആര് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ലെങ്കിലും നിങ്ങൾ വാ തുറന്ന് കർത്താവോടൊന്ന് മിണ്ടിയാട്ടെ. കർത്താവ് പറഞ്ഞ്, കർത്താവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു. എത്ര പേര് വാതരം തുറന്ന് പറയും, കർത്താവേ എല്ലാ വായിന്നും ഒരുപോലെ ഉയരട്ടെ. വാ തുറന്ന് പറ, കർത്താവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു. നിറ കണ്ണുകളോടെ കർത്താവോടൊന്ന് പറഞ്ഞ്, കർത്താവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു. എത്ര പേര് ഇന്ന് രാത്രി പറയും, അതരം തുറന്ന് കർത്താവ് പറഞ്ഞ്, കർത്താവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു. യൗവനക്കാര, കുഞ്ഞുങ്ങളെ, മാതാവേ, പിതാവേ, വാ ദൈവത്തോട് പറഞ്ഞ് ഇന്ന് രാത്രി നിങ്ങളത് പറയുമ്പോൾ ദൈവം നിങ്ങളെ കൈകാര്യം ചെയ്യുന്ന രാത്രിയാ. ദൈവത്തിന്റെ വിടുതലുകൾ നിങ്ങളുടെ മേൽ വരുന്ന രാത്രിയാ. ദൈവത്തിന്റെ പദ്ധതികൾ നിങ്ങളുടെ മേൽ വരുന്ന രാത്രിയാ. കർത്താവ് പറഞ്ഞ, കർത്താവേ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. ഉലകത്തിൽ എല്ലാറ്റിനേക്കാളും അധികം ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു പറയുന്നവർ അതരം തുറന്ന് കൈ രണ്ടും ചങ്കോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച്, ബന്ധമാണിതു യുഗകാലം വരെയും. തീരുമാനത്തോന്ന് പറഞ്ഞു, ബന്ധമാണിതു പിരിയ ബന്ധമാണിതു ബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. പിരിയാ എന്റെ ജീവകാലം മുഴുവൻ യേശുവിനെ സ്നേഹിക്കുന്നേ. എന്റെ ആയുസ് മുഴുവൻ യേശുവിനെ സ്നേഹിക്കുന്നേ.
വരെ എല്ലാ കണ്ണുകളും അടച്ച് ഇത് പിരിയാ ബന്ധമാണ്. ഇന്ന് രാത്രി കുഞ്ഞെ ഈ ഹോളിൽ നിന്ന് കർത്താവ് തൊടുന്ന രാത്രിയാണ്. കർത്താവ് ഇന്ന് രാത്രി നിന്നെ തൊടുമ്പോൾ, നിന്റെ അരികിൽ നിൽക്കുമ്പോൾ കർത്താവോടൊന്ന് പറഞ്ഞേ, കർത്താവേ എനിക്ക് അങ്ങേ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എല്ലാ കണ്ണും അടച്ചാട്ടെ, ആരും കണ്ണു തുറന്ന് നോക്കണ്ട, എല്ലാ കണ്ണും ഒന്ന് അടച്ച്. തൊട്ടടുത്ത് നിൽക്കുന്ന കർത്താവോടൊന്ന് പറഞ്ഞ്, കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇല്ലല്ലോ ഈ ധരയിൽ. കർത്താവോടൊന്ന് പറഞ്ഞ്, അങ്ങേ പിരിഞ്ഞും, ഓ അല്ല കണ്ണുടച്ച്, അങ്ങേ പിരിഞ്ഞും അങ്ങേ മറന്നും യാതൊന്നും ചെയ്യുവാനില്ലല്ലോ, അങ്ങേ അല്ലാതെ ഒന്നും നേടുവാൻ ഇതിനകത്ത് ആത്മസാന്നിധ്യം ചലിക്കുമ്പോൾ കർത്താവോട് പറഞ്ഞേ, കർത്താവെ സ്നേഹിക്കുന്നു. നേസിക്കിറേ നേസിക്കിറേ കണ്ണുകളടച്ച് நேசிக்கிறே உம்மை நான் நேசிக்கிறே 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 ഉമ്മൈ ഞാൻ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് രാത്രി ജനത്തെ അനുഗ്രഹിക്കുന്നു, ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. അങ്ങയുടെ ദാസനെയും കുടുംബത്തെയും, പ്രിയപ്പെട്ടവരെയും, ജീവൻ പാസ്റ്ററെയും കുടുംബത്തെയും